വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് ഞാൻ ആദ്യം പോയത് ഈ ആലവാതിൽ കടന്ന് അവിടെ വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ വല്യമ്മയുടെ അടുത്തേക്കാണ്. അമ്മയ്ക്ക് ഞാൻ അവിടെ ഈശോയെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചായിരുന്നപ്പോൾ എവിടെ വെച്ചെനിക്കാണോ എൻ്റെ അമ്മ വല്യമ്മ ഈശോയെ കാണിച്ചു തന്നത്, അവിടെ വെച്ച് എനിക്ക് ഈശോയെ കൊടുക്കാൻ പറ്റി എന്നുള്ളത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പങ്കുവെച്ചത് വല്യമ്മച്ചിമാർക്കും എങ്ങനെയാണ് വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ. ഈ 2.5 മാസക്കാലവും അമ്മയ്ക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ക്രമീകരിച്ചു കൊടുത്തത്, അമ്മയ്ക്ക് വേണ്ട എല്ലാ മരുന്നുകളും കൊടുത്തത്, അമ്മയ്ക്ക് മാറേണ്ട വസ്ത്രങ്ങൾ കൊടുത്തത്, അമ്മയുടെ മലമൂത്ര വിസർജ്യങ്ങളടക്കം എല്ലാം എടുത്ത് അമ്മയെ കൃത്യമായി ശുശ്രൂഷിച്ചത് 80 വയസ്സുള്ള എൻ്റെ അപ്പന. എല്ലാ ആഴ്ചകളിലും ഞാൻ ഇത് നോക്കിക്കണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മുറിയുടെ സൈഡിൽ നിന്ന് ഈ അപ്പൻ ചെയ്യുന്നത് നോക്കിക്കണ്ടിട്ടുണ്ട്. യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല, യാതൊരു പരിഭവവും പറഞ്ഞിട്ടില്ല. എല്ലാ തരത്തിലും ഈ അമ്മയെ ശുശ്രൂഷിച്ച് 2.5 മാസം കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൊച്ചിനെ പിച്ചു വെച്ച് നടക്കുന്ന ഒരു കൊച്ചിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ നടക്കാനായിട്ട് എൻ്റെ അമ്മയെ സഹായിച്ചതും ഈ 80 വയസ്സും അപ്പനാണ്. പ്രിയപ്പെട്ടവർ, ഇനി ആരും എന്നോട് ഒരിക്കലും പറഞ്ഞു തരട്ടെ എങ്ങനെയാണ് മറ്റൊരാളെ കൈപിടിച്ച് നടത്തേണ്ടത്, സഹായിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് 70 വയസ്സുള്ള ഒരു അമ്മയെ 80 വയസ്സുള്ള അപ്പനെ എങ്ങനെ പരിചരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ നേരവും എപ്പോഴും സഹായമായിട്ട് ഈ തുണയായിട്ട് ഇണയായിട്ട് ഓടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വിവാഹം കഴിഞ്ഞിട്ട് 56 വർഷമായി. ഈ 56 വർഷങ്ങളിലും ഏറെ സന്തോഷത്തോടുകൂടി ഇടയ്ക്ക് കിടക്കും മണക്കും പൊട്ടലും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. എന്തായാലും ഈ കാലഘട്ടങ്ങളിലെല്ലാം അവരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു എന്നുള്ളതിന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും 56 വർഷമായിട്ട് ഉമായവരേന്ന് ഓടാൻ തുടങ്ങിയതായിരുന്നു. റോസൽമണി ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. വിശുദ്ധിയുടെ ഒരു ഓട്ടമായി പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദമ്പതികളായിട്ടുള്ളവർ വിവാഹ ജീവിതം കഴിച്ചിരിക്കും. ഈ സ്നേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ അത് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധരാക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരേ ദിവസം 2 കഞ്ഞിപ്പാത്രങ്ങൾ വേണം എന്നൊന്നും പറയുന്നു. അദ്ദേഹം എന്നോട് വിശദീകരിക്കുകയാണ്. പല വീടുകളിലും അപ്പനും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ അസ്വസ്ഥതയുണ്ട്. 2 പാത്രങ്ങളിൽ കഞ്ഞി വയ്ക്കേണ്ട അവസ്ഥ, 2 അടുപ്പുകൾ വീട്ടിലുണ്ടാകുന്നൊരവസ്ഥ. മകനും കെട്ടിവന്ന മകളും അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കൂടി ഒരു അടുക്കള, പ്രായമായ രോഗാവസ്ഥയിലായിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും വേറൊരു അടുക്കള. അതുകൊണ്ട് അച്ഛൻ അടുത്ത ദിവസം പറയണം, മക്കളെ എങ്ങനെയാണ് ഒരുമിച്ച് വീട്ടിൽ കഴിയേണ്ടത്, അവരുടെ വിശുദ്ധിയുടെ ജീവിതം ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴാണ് എന്നൊന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നോട് ഒരാഴ്ചയായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ ഇടവകയോട് പറയുകയാണ്, വിവാഹ ജീവിതം കഴിച്ച് ഭാര്യയുമായി മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുകളെ ഈറനണിയാൻ പാടില്ല. ഒരു വീട്ടിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ, ഒരേ പാത്രത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കണം. അപ്പോഴാണ് മക്കൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നിനക്ക് വിശുദ്ധിയിലേക്ക് കടക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയോടുകൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് ആ റോസ് റിബണ് കടക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യത്തെ മനോഹരമാക്കി കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ വിശുദ്ധിയിലേക്ക് എത്താനും സാധിക്കുന്നത്? ആദ്യം തന്നെ നമുക്ക്
വൈദികരെ എടുക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്നലെ തുടങ്ങി പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയതാണ്. ഇന്നലെ 5 മണി തുടങ്ങി കാണാൻ തുടങ്ങിയതാണ്. ഇന്ന് വീണ്ടും കണ്ടു, നാളെ വീണ്ടും ദൈവം ആഗ്രഹിച്ചാൽ അനുവദിച്ചാൽ കണ്ടുമുട്ടും. എങ്ങനെയാണ് ഈ കുമ്മായമലയിൽ നിന്നും റോസറിമണി ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നത് എന്ന് ചോദിച്ചാൽ 40-41 വർഷമായി ഓടാൻ തുടങ്ങിയിട്ട് ഓട്ടം എവിടെ വരെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് എനിക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത്? ആരും പേര് വിളിച്ചില്ലെങ്കിലും വിശുദ്ധമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് വൈദിക ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു വൈദികനെ സംബന്ധിച്ചിടത്തോളവും, ഒരച്ഛൻ എങ്ങനെ വിശുദ്ധിയിൽ വ്യാപരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുമ്പോഴാണ് അച്ഛന് വിശുദ്ധിയുടെ പാതയിൽ നന്നായിട്ട് ഓടാൻ സാധിക്കുന്നത്. ധാരാളം ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യണമെന്ന്, സന്തോഷത്തോടുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഓരോ ഇടവകളിലേക്കും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലേക്ക് അച്ഛന്മാരെ പറഞ്ഞയക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷമായിട്ട് കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഈശോയെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് ആശ്വാസമാകുമ്പോഴൊക്കെയാണ് ഞാൻ എൻ്റെ വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്കുന്നത്. വീണ്ടും ഒരു വൈദികൻ എന്നുള്ള നിലയിൽ വിശുദ്ധ കുർബാന ഏറെ ഭക്തിയോടുകൂടെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അത് ദൈവത്തിൻ്റെ ബലിയാണ് എന്നുള്ള, ഈശോയുടെ ബലിയാണ്, ആ ബലിയുടെ അർപ്പണമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഏറെ ഭക്തിയോടുകൂടി അനുഭവത്തോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്, ഓരോ ദിവസവുമുള്ള എൻ്റെ ബലികള് ഞാൻ ഭക്തിയോടുകൂടി അർപ്പിക്കുമ്പോഴാണ് ഈ കുമ്മായമലയിൽ നിന്നും റോസറിമണി ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നത്. വീണ്ടും കൂദാശകള് അനുഷ്ഠിക്കുന്ന ഞാൻ കൂദാശകള് എല്ലാവർക്കും വേണ്ടിയിട്ട് നിർവഹിക്കുമ്പോൾ അതേറെ പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥനാപൂർവം ഞാൻ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ, ഒരാൾക്ക് രോഗീലേപനം നൽകുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരാൾക്ക് വിശുദ്ധ കുർബാന നൽകുമ്പോൾ, ഒരാളെ കുമ്പസാരിപ്പിക്കുമ്പോൾ, ഒരു കുഞ്ഞിനെ മാമോദീസ നൽകുമ്പോൾ, ഈ കൂദാശകളെല്ലാം പ്രാർത്ഥനയോടുകൂടെ ഞാൻ അനുഷ്ഠിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ വഴിയെ എനിക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും എൻ്റെ ജീവിതത്തിലെ പൗരോഹിത്യ ജീവിതത്തില് മറ്റാരോടും ആക്രോശിക്കാതെ, ആരെയും അകാരണമായിട്ട് ശപിക്കാതെ, ദേഷ്യപ്പെടാതെ, മറ്റാരോടും ക്രോധത്തോടും കോപത്തോടും കൂടെ ഇടപെടാതെ ജീവിക്കുമ്പോൾ, മറിച്ച് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും മറ്റുള്ളവരോട് കരുതലോടും കൂടെ ഇടപെടുമ്പോഴാണ് വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷേ പലരുമൊക്കെ ശാപവാക്കുകൾ കേട്ടും ക്രോധവാക്കുകൾ കേട്ടുമൊക്കെ മുറിവുണ്ടായിട്ടുള്ളവരുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വൈദികൻ എങ്ങനെ വിശുദ്ധിയുടെ വഴിയെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വാക്കുകൾ കൊണ്ട് ആരും മുറിവേൽപ്പിക്കപ്പെടാൻ പാടില്ല, അവൻ്റെ കോപം കൊണ്ട് മറ്റാരും വേദനിക്കാൻ പാടില്ല. അങ്ങനെ മറ്റൊരാളെ മുറിവേൽപ്പിക്കാതെ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ അവന് സമാധാനവും ശാന്തിയും മാത്രം നൽകിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. വീണ്ടും സൗമ്യതയോടും ശാന്തതയോടും കൂടെ എല്ലാവരോടും ഇടപെടാൻ, എന്നെ കാണുമ്പോൾ ദൈവത്തെ കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കുമ്പോൾ, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ദൈവാനുഭവത്തിൻ്റെ വഴികളാകുമ്പോഴാണ് ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. വീണ്ടും വചനം വായിക്കുകയും ജീവിതത്തിൽ മുഴുവൻ വചനത്തെ ചങ്കോട് ചേർത്ത് പിടിക്കുകയും ഈ ചങ്കോട് ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ വചനത്തെ എല്ലാവർക്കും മനസ്സിലാവത്തക്ക രീതിയിൽ ലളിതമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. വീണ്ടും മറ്റുള്ളവർക്ക് വേദനകൾ മാത്രം സമ്മാനിക്കുന്ന വ്യക്തിയാകാതെ മറ്റുള്ളവർക്ക് സന്തോഷം സമ്മാനിക്കുന്ന വ്യക്തിയാകുമ്പോഴാണ് ഈ 5 മീറ്റർ വെള്ളക്കുപ്പായത്തിൽ നിൽക്കുന്ന ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. വീണ്ടും എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് അനുഗ്രഹമായിട്ട് മാറുമ്പോഴാണ് ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. സഭയുടെ നിയമമനുസരിച്ച് സഭാതലവൻ്റെ കൽപ്പനകളോട് ചേർന്ന് അനുസരണത്തോടുകൂടെ ഞാൻ വ്യാപരിക്കുമ്പോഴാണ്, സഭയുടെ കൽപ്പനകളെ എതിർത്ത് വെള്ളക്കുപ്പായത്തിനുള്ളിലെ ഞാൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ എനിക്ക് വിശുദ്ധനാകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. വൈദിക ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും ചരിക്കുന്ന എല്ലാവരും തങ്ങളുടേതായി നടക്കണം. പൗലോസ്ലിഹ വർത്തി ഓഫ് യുവർ കോൾ, നിന്റെ വിളിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവം ഒരു പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ
എന്നെ അനുവദിച്ചിട്ടുണ്ട്, അവിടുത്തെ പദ്ധതിയിൽ അത് നടക്കുന്നുണ്ട്, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എങ്കിൽ ആ വിളിക്ക് യോഗ്യമായ ജീവിതം ഞാൻ നയിക്കുമ്പോഴാണ്. ബാക്കി ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ വിവാഹിതരായിട്ടുള്ള എത്ര പേരുണ്ട്? കുടുംബജീവിതം നയിക്കുന്നവർ വിവാഹിതരായിട്ടുള്ളവർ നിലയിവെക്കാവും. വിവാഹിതരായിട്ടുള്ളവർ ഓക്കെ, ഏതാണ് വിവാഹിതരായിട്ടുള്ളവർക്ക് ഈ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും വിശുദ്ധിയുടെ ജീവിതം? അപ്പോൾ ചിലപ്പോൾ അമ്മച്ചി പറയും, അയ്യോ എൻ്റെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ അക്ഷീണം അടുക്കളയിൽ പണിയുന്ന എനിക്ക് എങ്ങനെയാണ് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നമുക്ക് എല്ലാവർക്കും വിശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ദമ്പതികൾ എന്നുള്ള നിലയിൽ പരസ്പരം അർപ്പണത്തോടുകൂടി ജീവിക്കുമ്പോഴാണ്, പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴാണ്, കർത്താവിന് ഇഷ്ടമായ രീതിയിൽ നിങ്ങൾ ദാമ്പത്യക്രമം അനുഷ്ഠിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മാത്രമല്ല, ആദ്യ വർഷങ്ങളിൽ മാത്രമല്ല, ആദ്യ ദശകങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം പങ്കാളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദാമ്പത്യക്രമം അനുഷ്ഠിക്കുമ്പോൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവെച്ച് വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ സാധിക്കുന്നത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഒരാളുടെ തോളിൽ മാത്രമല്ല, രണ്ടുപേരുടെയും തോളിലാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പെരുമാറുമ്പോഴേ, ജീവിക്കുമ്പോഴേ, ഇടപെടുമ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് കുടുംബത്തിന്റെ പരിപോഷണം എന്ന് ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവിടെ വിശുദ്ധിയിൽ നീങ്ങാൻ പറ്റത്തില്ല. രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ നിങ്ങളെ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. പൗലോസ് പുസ്തകം പ്രത്യേകം പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തണം. മാതാപിതാക്കന്മാരുടെ ഉപദേശത്തിൽ പറയുന്ന എഫേസ്യസ് ലേഖനത്തില് നിങ്ങൾക്ക് എത്ര മക്കളായി ഉണ്ടായാലും ഇല്ല, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആയാലും കുഴപ്പമില്ല, എല്ലാവരെയും കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തണം. സാത്താന്റെ ശിക്ഷണത്തിൽ വളർത്തണമെന്നല്ല പറഞ്ഞത്, കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തണം. അപ്പോഴാണ് അപ്പനും അമ്മയ്ക്കും വിശുദ്ധിയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത്. വീണ്ടും മക്കളെ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഒന്നിരിക്കുമ്പോൾ, അപ്പനും അമ്മയും അടുത്തിരുന്ന് എങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികളുണ്ടാവും. അവരുടെ അടുത്തൊന്നിരിക്കുമ്പോൾ, അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സമയമില്ല അവരുടെ അടുത്ത് ചെലവഴിക്കാനായിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നിരുന്ന് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കർത്താവിനെ മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുടുംബജീവിതം നയിക്കുന്നവർക്ക് വിശുദ്ധിയിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഭാര്യ ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, ഭർത്താവ് ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ വളരാൻ സാധിക്കുന്നത്. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എല്ലാ നാളുകളിലും ഈ സ്നേഹം ഉണ്ടാകും. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷത്തിനുള്ളിലുള്ളവർ ഇവിടെ ഉണ്ടാവാം, 10 വർഷം കഴിഞ്ഞവരുണ്ടാവാം, 15, 20, 25 വർഷം കഴിഞ്ഞിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവാം, 50 വർഷം കഴിഞ്ഞിട്ടുള്ളവരും ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും. ഞാനൊരു കൊച്ചനുഭവം പറയാം എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അപ്പന് ഇപ്പോൾ 82 വയസ്സ് കഴിഞ്ഞ് 83ാമത്തെ വയസ്സിലാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 73 വയസ്സുണ്ട്. അവർ തമ്മിൽ 10 വയസ്സിൻ്റെയോളം വ്യത്യാസമുണ്ട്. 73 വയസ്സാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഉള്ളത്. പക്ഷേ 71 എന്ന് പറയുന്നത് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. 2 വയസ്സ് ആദ്യം പറയുന്നതാണല്ലോ പലപ്പോഴും നമുക്കൊക്കെ ഇഷ്ടം. എൻ്റെ അമ്മയ്ക്കും അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ പോലെയൊക്കെ തന്നെ 2 വയസ്സ് കുറച്ച് പറയുന്നതാണ് ഇഷ്ടം. എന്നാലും സത്യമായിട്ടും 73 വയസ്സുണ്ട് ഇപ്പോൾ. എൻ്റെ അമ്മ 2-3 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഇടവക, ഞാൻ പറഞ്ഞല്ലോ മല്ലേശ്ശേരിയിൽ നിന്നും ഒരു ഗ്രാമമാണ്. അവിടെ നിന്നും അമ്മ തീക്കോയി എന്ന് പറയുന്ന സ്ഥലം നമുക്കെല്ലാം പരിചിതമാണ്. നമ്മുടെ രൂപതയിലെ ഒരു ഇടവകയാണ് തീക്കോയി ഫൊറോന. അവിടെ ഒരു മരിച്ചിടക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മ അന്ന് ഈ ഒരു മരിച്ചിടക്കിന് പോയി. അപ്പൻ അന്ന് കാലത്ത് ഹൈറേഞ്ചിലുള്ള ഒരു കല്യാണത്തിന്, അന്ന് അമ്മയ്ക്ക് 70 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പന് അന്ന് 80 വയസ്സ് കഴിഞ്ഞ സമയത്ത്. അപ്പം അങ്ങനെ രണ്ടുപേരും 2 വഴിക്ക് പോയി. വീട്ടിൽ ഞാൻ ഒറ്റ മോനാണ്, എനിക്ക് 2 സഹോദരിമാരാണ്. 2 സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞു. 3 സഹോദരിയാണ് എൻ്റെ പേരൻസിനെ നോക്കുന്നത്. എൻ്റെ അപ്പനും അമ്മയും വീട്ടിലുണ്ട്. അപ്പം അങ്ങനെ അന്ന് കാലത്ത് പെങ്ങൾ ജോലിക്ക് പോയി, കുട്ടികൾക്ക് സ്കൂളിൽ പോയി, അപ്പനും അമ്മയും 2 വഴിക്ക് പോയി. അമ്മ ഈ തീക്കോയി ലക്ഷ്യമാക്കി യാത്ര ചെയ്തു.
ഞങ്ങളുടെ അവിടെ നിന്നും ബസ് കയറി വേണം പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തെത്താനായിട്ട്. അവിടെ നിന്നും അടുത്ത ബസ് കയറിയിട്ട് വേണം ഈരാറ്റുപേട്ട അരുവിത്രയിലെത്താനായിട്ട്. അവിടെ നിന്നും അടുത്ത ബസ് കയറി വേണം തീക്കോയിലെത്താൻ. 70 വയസ്സുള്ള എൻ്റെ അമ്മ ബസ്സിലൊക്കെ കയറി പിണ്ണാക്കനാട് എത്തി. പിണ്ണാക്കനാട് നിന്നും അമ്മ ഈരാറ്റുപേട്ടയിലെത്തി. അരുവിത്ര അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ നിൽക്കുമ്പോൾ അമ്മ ഒരു ഉരുളക്കല്ലിന്മേൽ കയറിയെന്ന് അമ്മ പറയുന്നത്. എന്തായാലും അമ്മയുടെ കാലൊന്നും അടിഞ്ഞതുപോലെ അമ്മയ്ക്ക് തോന്നി. എന്നാലും മരിച്ചിടത്തിന് പോകണം. യാത്ര വലിയ ഇഷ്ടം. എവിടെ യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പോകും. ഇപ്പോഴും കാലുമേൽ എന്നാലും പോകണം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ അമ്മ അങ്ങനെ അവിടെ നിന്നും ഒരു ഉരുളക്കല്ലിൽ ചവിട്ടിയപ്പോൾ കാല് മടിഞ്ഞു. എന്നാലും ബസ് കയറി തീക്കോയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കാലിന് വല്ലാണ്ട് നീര് വന്ന് വീർത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉള്ളവർ പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഇരുന്ന മേൽച്ചേച്ചി, അത് ഇനിയും എന്തെങ്കിലും പറ്റുമെന്ന് അറിയത്തില്ലല്ലോ, ഏതായാലും തിരിച്ചു പോകുന്ന വഴിയിൽ ആശുപത്രി കാണിക്കണം. അവരവിടെ നിന്ന് ഒരു വണ്ടിയിൽ എൻ്റെ അമ്മയെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ അമ്മ വീട്ടിലെത്തിയപ്പോൾ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. കുറേ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കരമായ വേദനയായപ്പോൾ തൊട്ടടുത്ത് വീട്ടിലെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ കാലിന് വെച്ചൊരു വേദനയുണ്ട്. ആ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ അമ്മയും കൂട്ടി പാലായിൽ ആശുപത്രിയിൽ വന്നു. ആശുപത്രിയിൽ വന്നപ്പോൾ അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കാലിന് പൊട്ടലുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, കാലിൻ്റെ താഴെ പാദം തുടങ്ങി ഇവിടെ വരെ പ്ലാസ്റ്റർ ഇട്ടു. അതൊക്കെയായിട്ട് അമ്മ വൈകുന്നേരം രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അപ്പൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹൈറേഞ്ചിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട മീനുകുട്ടിയെ അല്ല കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ നല്ല മിടുമിടുക്കിയായിട്ടിരുന്ന മീനുകുട്ടിയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ കാലിൻ്റെ താഴെ തുടങ്ങി ഈ അര വരെ വെളുത്ത പ്ലാസ്റ്റർ ഇട്ടിട്ട് കട്ടിലേക്ക് കിടപ്പാണ്. സ്നേഹം നിറഞ്ഞവരെ, അന്ന് എൻ്റെ അമ്മ അങ്ങനെ കട്ടിലിൽ കിടന്ന കിടപ്പ് 2.5 മാസക്കാലത്തോളം കിടക്കേണ്ടി വന്നു. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കൈവിരിപ്പ് നല്ലതായതുകൊണ്ടും കാലിരിപ്പ് നല്ലതായതുകൊണ്ടും 15 വർഷം മുമ്പ് ഇപ്പുറത്തെ കാല് വീണ് കണ്ടൊടിഞ്ഞായിരുന്നു. ഇപ്പം രണ്ടും പൂർത്തിയായിരുന്നു. അപ്പം അങ്ങനെ ഈ 2 കാലിനും പൊട്ടലുകൾ സംഭവിച്ചതുകൊണ്ട് ഇപ്പുറത്തെ കാലിനും പൂർത്തിയായി അങ്ങനെ കട്ടിലിൽ കിടപ്പോൾ 2.5 മാസക്കാലത്തോളം കിടന്നു. അങ്ങനെ ഈ 2.5 മാസക്കാലം എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചത് ആരാന്ന് ചോദിച്ചാൽ 80 വയസ്സുള്ള എൻ്റെ അപ്പൻ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ഞാൻ ഒറ്റ മോനായതുകൊണ്ട് പെങ്ങളെ ജോലിക്ക് പോകുന്നത് കൊണ്ടും അപ്പനാണ് കൂടുതൽ സമയവും വീട്ടിലുള്ളതും ഈ കട്ടിലിൽ കിടപ്പിൽ കിടക്കുന്ന അമ്മയെ പരിചരിക്കുന്നത്. ഞാൻ പലപ്പോഴും എല്ലാ ആഴ്ചകളിലും കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ നിന്നും അമ്മയും അപ്പനെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകും. ഒരു ദിവസം അവിടെ ചെലവഴിക്കും അവരുടെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ സാക്ഷ്യം വഹിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ 2.5 മാസക്കാലവും അമ്മയ്ക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ക്രമീകരിച്ചു കൊടുത്തത്, അമ്മയ്ക്ക് വേണ്ട എല്ലാ മരുന്നുകളും കൊടുത്തത്, അമ്മയ്ക്ക് മാറേണ്ട വസ്ത്രങ്ങൾ കൊടുത്തത്, അമ്മയുടെ മലമൂത്ര വിസർജ്യങ്ങളടക്കം എല്ലാം എടുത്ത് അമ്മയെ കൃത്യമായി ശുശ്രൂഷിച്ചത് 80 വയസ്സുള്ള എൻ്റെ അപ്പനാണ്. എല്ലാ ആഴ്ചകളിലും ഞാൻ ഇത് നോക്കിക്കണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മുറിയുടെ സൈഡിൽ നിന്ന് ഈ അപ്പൻ ചെയ്യുന്നത് നോക്കിക്കണ്ടിട്ടുണ്ട്. യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല, യാതൊരു പരിഭവവും പറഞ്ഞിട്ടില്ല. എല്ലാ തരത്തിലും ഈ അമ്മയെ ശുശ്രൂഷിച്ച് 2.5 മാസം കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൊച്ചിനെ പിച്ച് നടക്കുന്ന ഒരു കൊച്ചിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ നടക്കാനായിട്ട് എൻ്റെ അമ്മയെ സഹായിച്ചതും ഈ 80 വയസ്സും അപ്പനാണ്. പ്രിയപ്പെട്ടവർ, ഇനി ആരും എന്നോട് ഒരിക്കലും പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് മറ്റൊരാളെ കൈപിടിച്ച് നടത്തേണ്ടത്, സഹായിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് 70 വയസ്സുള്ള ഒരു അമ്മയെ 80 വയസ്സുള്ള അപ്പനെ എങ്ങനെ പരിചരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ നേരവും എപ്പോഴും സഹായമായിട്ട് ഈ തുണയായിട്ട് ഇണയായിട്ട് ഓടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വിവാഹം കഴിഞ്ഞിട്ട് 56 വർഷമായി. ഈ 56 വർഷങ്ങളിലും ഏറെ സന്തോഷത്തോടുകൂടി ഇടയ്ക്ക് കിടക്കും മണമൊക്കെ പൊട്ടൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. എന്തായാലും ഈ കാലഘട്ടങ്ങളിലെല്ലാം അവരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു എന്നുള്ളതിന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഇവർ 2 പേരും 56 വർഷമായിട്ട് ഉമായവരെന്ന് ഓടാൻ തുടങ്ങിയതായിരുന്നു. റോസർമഡ് ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. വിശുദ്ധിയുടെ ഒരു ഓട്ടമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദമ്പതികളായിട്ടുള്ളവർ വിവാഹ ജീവിതം കഴിച്ചിരിക്കും. ഈ സ്നേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ അത് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധരാക്കും എന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല. അങ്ങനെ വിശുദ്ധിയുടെ വഴിയെ പരസ്പരം വിട്ടുകൊടുക്കണം, പരസ്പരം സമർപ്പിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. അവയൊക്കെ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും, ചിലത് കണ്ടില്ലെന്ന് വെക്കാനും ചിലത് കേട്ടില്ലെന്ന് വെക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വിവാഹിതരായവരെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഇരിക്കുന്നവരിലെ ചിലപ്പോൾ അധ്യാപകരുണ്ടാവാം, എന്നെ കേൾക്കുന്നവരിലെ സാറുമാരും ടീച്ചർമാരും ഒക്കെ, ഓൺലൈനിൽ ഇരിക്കുന്നവരിലൊക്കെ ഉണ്ടാവാം. എങ്ങനെയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധനാകാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധ്യാപകർക്കും വിശുദ്ധരാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അവർക്കും വിശുദ്ധരാകാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അധ്യാപകർക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അധ്യാപകരുടെ ജോലി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. വീട് ഏറെ സന്തോഷമുള്ള സ്ഥലമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ സന്തോഷം തന്നെ അവർക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴും ഉണ്ടാകണം. സ്കൂള് രണ്ടാമത്തെ ഒരു കുടുംബമായിട്ട് അവർക്ക് അനുഭവപ്പെടണം. കുഞ്ഞിൻ്റെ സ്കൂളിൽ എപ്പോഴും അപ്പനും അമ്മയ്ക്കും പോയിരിക്കാൻ സാധിക്കുകയില്ല. അവിടെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് അപ്പനും അമ്മയും ആരാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുന്ന ടീച്ചറും സാറുമാണ് കുഞ്ഞിന് രണ്ടാമത്തെ തൻ്റെ വീടായ സ്കൂളിൽ അപ്പനും അമ്മയുമായി മാറുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന് സ്കൂളിൽ ഒരു സാറ് അപ്പനായി മാറുമ്പോൾ, ഒരു ടീച്ചർ അമ്മയായി മാറുമ്പോഴാണ് അവർ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അധ്യാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുമ്പോൾ ക്ലാസ്സിലെ ഓരോ കുഞ്ഞിൻ്റെയും മുഖം നോക്കിയിട്ട്, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്, അവൻ്റെ അന്നത്തെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ സന്തോഷവാനാണോ അല്ലെങ്കിൽ ദുഃഖവതിയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ അവളോട് ഇടപെടുമ്പോഴാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച്, അധ്യാപികയെ സംബന്ധിച്ച് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ, താൻ മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ ഏറ്റവും ലളിതമായിട്ട്, വ്യത്യസ്തങ്ങളായ അറിവിൻ്റെ തലങ്ങളിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ബുദ്ധി വ്യത്യസ്തങ്ങളായ ഡിഗ്രികളിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അധ്യാപകൻ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ കുഞ്ഞിനെ ശിക്ഷണം കൊടുക്കുമ്പോഴാണ്, തൻ്റെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിൻ്റെ ദേഷ്യങ്ങളൊക്കെ സ്കൂളിൽ കുഞ്ഞിനിട്ട് അടിച്ചു തീർക്കുന്നവരാകുന്നത് അധ്യാപകരെ. മറിച്ച് തങ്ങളുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിൽ അവസാനിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട്, അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കുന്ന ഒരു അപ്പനും അമ്മയുമായി ഓരോ അധ്യാപകനും അധ്യാപികയും മാറേണ്ടതുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വിവിധ വിഷമങ്ങളുമായിട്ടായിരിക്കാം അവൻ സ്കൂളിലേക്ക് വരുന്നത്. വീട്ടിലെ ചിലപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് സ്കൂളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും വിശന്ന വയറുമായിട്ട്, ഒട്ടിയ വയറുമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവന് വേണ്ടത് കൊടുക്കാനായിട്ട് അധ്യാപകരെ മനസ്സിലാക്കുമ്പോൾ, തയ്യാറാകുമ്പോഴാണ് അവർ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ ശിക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അയക്കപ്പെടുന്ന ഓരോ കുഞ്ഞിൻ്റെയും ജീവിതം അത് വേണ്ട രീതിയിലും മനസ്സിലാക്കണം. ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുമ്പോഴാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഇടവകയിലുള്ള മല്ലികശ്ശേരിയിലുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മോന് അന്ന് 12ാം ക്ലാസ്സിലാണ് വേദപാഠം പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, ചേച്ചി മോനെന്നാണ്ട് വിശേഷം, എനിക്കറിയാവുന്നതും പരിചയത്തിലുള്ളതുമായ ആളായതുകൊണ്ട് ഈ അമ്മ എൻ്റെ അടുത്തെന്ന് പറയുകയാണ്, എൻ്റെ അച്ഛോ, ഇപ്പോൾ എൻ്റെ മോന് 12ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പോകാൻ വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് അവനെ എത്ര കഷ്ടപ്പെട്ട ഞാൻ വേദപാഠത്തിന് അയച്ചതെന്ന് ചോദിച്ചാലുണ്ടല്ലോ അവന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു വേദപാഠത്തിന് പോകാനായിട്ട്. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോന് 1-2 ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവന് പറയാനായിട്ട് വാക്കുകൾ അത്ര എളുപ്പത്തിൽ കിട്ടത്തില്ല, അല്പം വിക്കുണ്ട്. അതോടൊപ്പം തന്നെ അവന് പഠനത്തിൽ വളരെ പുറകിലാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ മറ്റുള്ളവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ അല്പം പിന്നോക്കം നിൽക്കുന്ന പയ്യന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയും മറ്റുള്ളവരത്ര പരിഗണന കൊടുക്കാതെയും ചെയ്തു പോകുന്ന നാളുകളായിരുന്നത് കൊണ്ടാണ് ഈ 11 വർഷവും അവന് വേദപാഠം എന്ന് പറയുന്നത് ഇഷ്ടക്കേടിൻ്റെ നാളുകളായിരുന്നു. സ്കൂളിൽ പോകുന്നതും അത് തന്നെയാണ്. സ്കൂളിൽ പോകുമ്പോഴും അവന് അനിഷ്ടത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷേ ഈ അമ്മ വന്ന് പറയുകയാണ്, എന്നുവെച്ചാൽ 12ാം ക്ലാസ്സിൽ ഈ കുഞ്ഞിന് പോകാനായിട്ട് വലിയ ഇഷ്ടമാണ്. ക്ലാസ് കഴിയുമ്പോഴേ എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് വീട്ടിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇവന് ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചു. വേദപാഠ ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ എല്ലാ ജനലുകളും വാതിലുകളും ഒക്കെ അടിച്ച് സ്കൂളിൻ്റെ ഗേറ്റും കൂട്ടി സാറിൻ്റെ കയ്യിൽ, പ്രധാന അധ്യാപകൻ്റെ കയ്യിൽ താക്കോലും കൊടുത്തിട്ട് അവൻ വീട്ടിലോട്ട് വരുന്നത് എന്ന്. പ്രിയപ്പെട്ടവർ, ഈ അമ്മ പറഞ്ഞു അതിനൊരു കാരണമുണ്ട്. അവനെ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ബോബി സാറ്. ഈ ബോബി സാറിനറിയാം ഈ കുഞ്ഞിൻ്റെ ചില പ്രത്യേകതകൾ. അവൻ അല്പം പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഈ ബോബി എന്ന് പറയുന്ന അധ്യാപകൻ, ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഒരു 38 വയസ്സിപ്പോൾ കാണും. ഈ ബോബി എന്ന് പറയുന്ന സാറ് ഈ കുഞ്ഞിനെ മനസ്സിലാക്കിയിട്ട് അവനോട് എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ട് അവനെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനാക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ മിടുക്കനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സാറ് വളരെ
സ്നേഹത്തോടുകൂടി അതിലേറെ ശ്രദ്ധയോടുകൂടി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് സാവകാശം മനസ്സിലായി, എന്നെ പരിഗണിക്കുന്ന ഒരു അധ്യാപകൻ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ആ കുഞ്ഞ് പിന്നീട് വേദപാഠ ക്ലാസ്സിൽ വരാനായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്നെ പരിഗണിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ അമ്മ പറയുകയാണ്, അന്ന് തുടങ്ങി എൻ്റെ കുഞ്ഞിന് വേദപാഠ ക്ലാസ്സിൽ പോകാനായിട്ട് ഏറെ ഇഷ്ടമാണെന്ന്. പ്രിയപ്പെട്ട അധ്യാപകരെ, അതുമല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്ന പ്രിയപ്പെട്ട സാറുമാരെ, ടീച്ചർമാരെ, നിങ്ങൾക്ക് എങ്ങനെ വിശുദ്ധി കൈവരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപനത്തിൻ്റെ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവരോട് ഇടപെടുമ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധനാകാൻ സാധിക്കുന്നത്. വീണ്ടും ഇവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടാവാം. എങ്ങനെയാണ് ഒരു കച്ചവടക്കാരന് വിശുദ്ധനാകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ ഏറിയ പങ്കും കടയിൽ ചിലവഴിക്കുന്നവരാകും അവർ. അവരെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് വിശുദ്ധനാകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധതയോടെ വ്യാപാരം ചെയ്യുമ്പോഴാണ്. സത്യസന്ധതയോടെ വ്യാപാരം ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ അന്യായമായിട്ട് ലാഭം ആഗ്രഹിക്കാതെ, അന്യായമായിട്ട് ലാഭം കൊയ്യാതെ ന്യായമായ ലാഭം വേണം. തീർച്ചയായും ഒരു കച്ചവടം ചെയ്യുമ്പോൾ ന്യായമായ ലാഭം വേണം. കാരണം അദ്ദേഹത്തിന് കുടുംബം പുലർത്തേണ്ടതും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്. ഒരു കച്ചവടം നടത്തുമ്പോൾ ന്യായമായ ലാഭം നേടിയെടുക്കാൻ, അന്യായമായ ലാഭം നേടാതിരിക്കാൻ, അതോടൊപ്പം തന്നെ കൂലിക്കാരന് അർഹമായ കൂലി കൊടുക്കുമ്പോഴാണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ തൻ്റെ കച്ചവട ശുശ്രൂഷ, ആ വ്യാപാരം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന് വിശുദ്ധിയുടെ വഴിയെ നടത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളെല്ലാം എടുക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമ്പോഴല്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വീണ്ടും എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും എങ്ങനെയാണ് വിശുദ്ധനാകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധിയാകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരുണ്ട് വല്യപ്പച്ചനായിരിക്കുന്നവരും വല്യമ്മച്ചിമാരായിരിക്കുന്നത്, അതായത് പേരക്കുട്ടികളുള്ളത്, മകൻ്റെയോ മകളുടെയോ മക്കളുള്ളവർ കൈവക്കാവോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നവർ പേരക്കുട്ടികളുള്ളവരാണ്. എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ ഇരിക്കുന്നവരിലും ധാരാളം പേര് വല്യപ്പച്ചമാരും വല്യമ്മച്ചിമാരും ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധരാകാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പാപ്പ പറയും, കൊച്ചുമക്കൾക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത്. കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുമ്പോഴാണ്. വലിയ മലമറിക്കുന്ന പരിപാടി ഒന്നും ചെയ്യേണ്ട വിശുദ്ധരാകാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലളിതമായിട്ട് പേരക്കുട്ടികളുടെ വീട്ടിലുണ്ട് എങ്കിൽ, മക്കളുടെ മക്കൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും വല്യമ്മമാരുടെ കൂട്ടത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ വല്യമ്മമാരെ കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അവർ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരുടെ അപ്പന്മാർ മരിച്ചു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വല്യപ്പന്മാരെ കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ രണ്ട് വല്യമ്മമാരെ കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. ഏറെ കാലം അവരുടെ കൂടെ വസിക്കാനായിട്ടുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ കരുതലോടുകൂടെ കൊച്ചായിരുന്നപ്പോൾ തുടങ്ങി എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മ. കൊച്ചുനാളിൽ എന്നെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്ന എൻ്റെ വല്യമ്മ, അപ്പൻ്റെ അമ്മ. വീടും പള്ളിയും എടുത്ത ഏറെ കാലത്ത് തന്നെ ഈ അമ്മ പള്ളിയിൽ പോകും. ഈ വല്യമ്മയുടെ വേഷവിധാനം നിങ്ങൾക്കറിയാം. പഴയ അമ്മച്ചിമാരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടും ചട്ടയും ഒക്കെ ഇട്ട് ഒരു കവണിയൊക്കെ പുതച്ച് നല്ല കുണുക്കൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ ഈ കുണുക്ക് ഇങ്ങനെ കിണക്കിണങ്ങണമെന്ന് ആടുന്ന ആ രീതിയിലാണ് നമ്മുടെ അമ്മച്ചിമാർ പള്ളിയിൽ പോകുന്നത്. എൻ്റെ വല്യമ്മയും അതിൽ നിന്നും ഒട്ടും മാറ്റം ഉണ്ടായിരുന്നില്ല. നല്ല കുണുക്കൊക്കെ ഇട്ട് നല്ല കസവുള്ള കവണിയൊക്കെ പുതച്ചാണ് പോകുന്നത്. ഈ പള്ളിയിൽ പോകുക തന്നെ രസകരമാണ്. തലേ ദിവസം തന്നെ അതിൻ്റെ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വല്യമ്മച്ചിമാരെ ചട്ടയും കൊണ്ട് കൊടുക്കുന്ന വല്യമ്മച്ചിമാർ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തലേ ദിവസം വൈകുന്നേരം തന്നെ ഒരുക്കം തുടങ്ങും. കാരണം ഈ മുണ്ടിന് ഞൊറിയിടുന്നൊരു കർമ്മമുണ്ടല്ലോ, അത് തലേ ദിവസം തന്നെ മിക്കവാറും ചെയ്തു വെക്കും. അതിങ്ങനെ കുറേ സമയമെടുത്ത് അളന്ന് പിടിച്ച് ഇങ്ങനെ കൈ കൊണ്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് വെക്കും. അത് കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് അങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തട്ടിയാൽ ഇങ്ങോട്ട് പോകും. അതാണ് ഞങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ ചെന്ന് തൊടാറുണ്ട്. ചെല്ലുമ്പോൾ അമ്മ വേണ്ട തുടക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താറുണ്ട്. എന്തായാലും പിറ്റേ ദിവസം ഈ നല്ല ഞൊറിയൊക്കെ ഇട്ട മുണ്ട് കൊടുത്ത് നല്ല തേച്ചുമെനിക്കിയ കവണിയുമൊക്കെ പുതച്ച് ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് ഈ അമ്മ പള്ളിയിലോട്ട് പോകുമ്പോൾ ഒരു കയ്യിൽ കൊന്തയും മറു കയ്യിൽ എൻ്റെ കയ്യിൽ
അങ്ങനെ ഏറെ താല്പര്യത്തോടുകൂടി ഈ അമ്മ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ഇടവക പള്ളിയിൽ എവിടേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇടവക പള്ളിയുടെ ആനവാതിൽ എപ്പോഴും തുറന്നിട്ടുണ്ടാവും. ആനവാതിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒരു കൊച്ചു പള്ളിയാണ്, കൊച്ചിടവകയുമാണ്. എന്തായാലും ഈ അമ്മ ഈ ആനവാതിൽക്കിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. കാരണം നട കയറി വരുമ്പോൾ ഈ ആനവാതിൽക്കലിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ എന്നെ ചൂണ്ടിക്കാണിക്കും. കൊച്ചായിരുന്ന സമയങ്ങളിലാണ്. അങ്ങനെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദേ അവിടെയുണ്ടല്ലോ, അവിടെയാണ് ഈശോ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അമ്മ കാണിച്ചു തരികയാണ് ആനവാതിൽക്കൽ നിന്നുകൊണ്ട്, ദേ ഇവിടെയാണ് മോനെ ഈശോ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയും, കുമ്പിടാനായിട്ട് പറയും. കുമ്പിടാനൊക്കെ അല്പം മടിയുണ്ടെങ്കിലും അമ്മ പറഞ്ഞ് കുമ്പിടിയിപ്പിക്കും. അങ്ങനെ കൊച്ചുനാൾ തുടങ്ങി, അതായത് ഞാൻ വേദപാഠ ക്ലാസ്സിലേക്ക് വരുന്ന ആ അവസരങ്ങൾക്ക് മുൻപിൽ ഏറെ നാളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈശോയെ കാണിച്ചു തരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഞാൻ 1ാം ക്ലാസ്സിലായി 2ാം ക്ലാസ്സിലായി വേദപാഠമൊക്കെ മുന്നോട്ട് പോയി 10ാം ക്ലാസ്സിലായപ്പോഴേക്കും പിന്നീട് മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയാമല്ലോ. അങ്ങനെ ഞാൻ മറ്റു കുട്ടികളുടെ ഒപ്പമായിരുന്നു കയറിയിരുന്നത്. എങ്കിലും ഈശോയെ അന്ന് കാണിച്ചു തന്ന ഈ അമ്മ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 1996 സെമിനാരിയിൽ പോകണം, ഒരു അച്ഛനാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റെല്ലാവരും വീട്ടിൽ തടസ്സം പറഞ്ഞപ്പോഴും, ഒറ്റമോനായതുകൊണ്ട് പോകണ്ടായെന്ന് പലരും പറഞ്ഞപ്പോഴും ഈ അപ്പൻ്റെ അമ്മ പറഞ്ഞു, കൊച്ചിനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പൊക്കോ. അങ്ങനെ അന്ന് എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ച, പിന്നീടുള്ള എൻ്റെ ഓരോ മുന്നോട്ടുള്ള യാത്രകളും ഏറെ ഇഷ്ടത്തോടും അതിലേറെ താല്പര്യത്തോടും കൂടി നോക്കിയിരുന്ന അമ്മ, ഈ അമ്മ പറയും, എൻ്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് അച്ഛനായിട്ടൊന്ന് കാണണം, വിശുദ്ധ ബലി അർപ്പിക്കുന്നതൊന്ന് കാണണം. അത് മാത്രമായിരുന്നു ഈ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ 2006 ആയപ്പോഴേക്കും ഈ അമ്മയ്ക്ക് 98 വയസ്സായി. ഈ 98ാമത്തെ വയസ്സിൽ അമ്മ പറഞ്ഞ അവസാനമായപ്പോഴേക്കും വീട് കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ അമ്മ പറയുക, അയ്യോ എനിക്കിനി കൊച്ചു കുർബാന ചെല്ലുന്നത് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സങ്കടത്തിലും വിഷമത്തിലൊക്കെ അവസാന കാലമായപ്പോഴേക്കും അല്പം രോഗശൈലിയിലായി. എങ്കിലും ഈ അമ്മ പറഞ്ഞു, എന്തായാലും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഏറെ കൊന്തകൾ എനിക്ക് വേണ്ടിയിട്ട് ചൊല്ലി ഏറെ പ്രാർത്ഥനകൾ നടത്തുന്ന ഈ അമ്മ, പ്രിയപ്പെട്ടവരെ, 2006 ഡിസംബർ മാസം 28-ാം തീയതി ഞാൻ എൻ്റെ ഇടവകയിലെ അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ അമ്മ അന്ന് വീണിട്ട് വല്യമ്മ വീണിട്ട് വീൽ ചെയറിൽ അന്ന് ദേവാലയത്തിൻ്റെ ആനവാതിൽക്കിലേക്ക് ഈ അമ്മയെ വീൽ ചെയറിൽ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരുത്തി എൻ്റെ വിശുദ്ധ കുർബാന, ആദ്യ കുർബാന, ബുദ്ധ കുർബാന മുഴുവൻ ഈ അമ്മ കാണുന്നത് ഈ ആനവാതിൽക്കിൽ നിന്നാണ്. ഞാൻ ഈ അൾത്താരയിൽ, എൻ്റെ ഇടവക പള്ളിയുടെ അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് ഞാൻ ആദ്യം പോയത് ഈ ആനവാതിൽ കടന്ന് അവിടെ വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ വല്യമ്മയുടെ അടുത്തേക്കാണ്. അമ്മയ്ക്ക് ഞാൻ അവിടെ ഈശോയെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചായിരുന്നപ്പോൾ എവിടെ വെച്ചെനിക്കാണോ എൻ്റെ അമ്മ വല്യമ്മ ഈശോയെ കാണിച്ചു തന്നത്, അവിടെ വെച്ച് എനിക്ക് ഈശോയെ കൊടുക്കാൻ പറ്റി എന്നുള്ളത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പങ്കുവെച്ചത് വല്യപ്പച്ചമാർക്കും വല്യമ്മച്ചിമാർക്കും എങ്ങനെയാണ് വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ നമുക്കെല്ലാവർക്കും പറ്റും. നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊച്ചു കൊച്ചു കഥകളിലൂടെയോ അതുമല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴോ അവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ എന്നും മറക്കാതെ അവർ ഈശോയെ ചങ്ങോട് ചേർത്ത് പിടിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിക്കും. ഇനി വീണ്ടും മറ്റുള്ളവർക്ക് എല്ലാവർക്കും എങ്ങനെ വിശുദ്ധനാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ എങ്ങനെയാണ് വിശുദ്ധനാവാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ, മരങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ പണിയെടുക്കുമ്പോൾ മരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് അവർ പരിചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുന്ന എല്ലാ ജോലികളെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് സമയമുണ്ട്. ഞാൻ ഏതാനും പ്രധാനപ്പെട്ട ചില മേഖലകൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കാം, എനിക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധനാകാൻ സാധിക്കുന്നത്, വിശുദ്ധിയാകാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നിങ്ങളോർക്ക് നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിച്ചവരെക്കുറിച്ചും അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അല്ലേ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധരാകാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ പാപ്പ പറയുന്നുണ്ട്, കുട്ടികളെ, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. നീ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കാൻ, നിന്റെ ജീവിതത്തിൽ നന്മ കൈവരാൻ നീ അപ്പനെയും അമ്മയെയും അനുസരിക്കണം, ബഹുമാനിക്കണമെന്ന്. സ്നേഹമുള്ള മക്കളെ, എപ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറെ കരുതലോടെ നിങ്ങളെ വളർത്തുന്ന, ഏറെ വേദനയോടെ നിങ്ങൾക്ക് ജന്മം നൽകിയ
9 മാസവും 9 ദിവസവും അവരുടെ ഉദരങ്ങളിൽ നിങ്ങളെ വഹിച്ച് ഏറെ വേദനയോടുകൂടെ നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെ സ്നേഹിക്കുമ്പോൾ, അമ്മയെ വേദനിപ്പിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ കൊച്ചായിരിക്കുന്ന സമയം തുടങ്ങി നിങ്ങൾ വളർന്ന് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഓടി നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത അപ്പനെയും വേദനിപ്പിക്കാതിരിക്കുമ്പോൾ, അപ്പനോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, ഇങ്ങോട്ട് വാടാനെന്ന് പറയുമ്പം അങ്ങോട്ട് ചെല്ലാതെ മറ്റൊരു വഴിക്ക് ഓടിപ്പോകാതിരിക്കുമ്പോൾ, ഇങ്ങോട്ട് വായ മോനെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, അപ്പൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അമ്മയ്ക്ക് അടുക്കളയിൽ സഹായമാകുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഉത്തരവാദിത്വം, പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും തന്നെ. നമ്മളുടെ പഠനത്തിൽ നമ്മുടെ ഏറെ വിശ്വസ്തയോടുകൂടെ നമ്മൾ നല്ലതുപോലെ സമയം ചെലവഴിക്കുമ്പോൾ കുഴപ്പം ഇച്ചിരിയൊക്കെ, ബാക്കി കൂടുതൽ സമയം നമ്മൾ പഠിക്കാൻ ചെലവഴിക്കണം, പ്രാർത്ഥിക്കാൻ ചെലവഴിക്കണം. നല്ല മക്കളായിട്ട് നല്ല മൂല്യങ്ങളിൽ വളരുമ്പോഴാണ് സത്യം പറയുന്ന, കുറ്റം പറയാത്ത, കളവ് ചെയ്യാത്ത നല്ല മക്കളായിട്ട് വളരുമ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹായുടെ ചിന്തകളോട് ചേർത്ത് പറയാം, മക്കളെ അപ്പനെയും അമ്മയെയും അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പള്ളിയിലെ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് പോയി. എനിക്ക് പള്ളിയിലിരുന്ന് വലിയ അനുഭവങ്ങളോ വലിയ അറിവുകളോ ഒന്നുമില്ല. ഞാൻ ആകെ 15 വർഷമായിട്ട് അച്ഛനായിട്ട് ആകെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരിക്കുന്നത് 7 മാസം മാത്രമേ ഉള്ളൂ. അത് ഇവിടെ അടുത്ത് നീലൂർ എന്ന് പറയുന്ന പള്ളിയിൽ 2007 ഒരു 7 മാസക്കാലം മാത്രം ഒരു കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്ത അനുഭവ പരിചയം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഇടവകയിലിരുന്ന് അങ്ങനെ ഇടവകയുടെ ജീവിതശൈലികളും ഇടവകക്കാരുടെ രീതികളും ഒന്നും എനിക്ക് ഒട്ടും പരിചിതമല്ലതാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇടവകയിലെ ധ്യാന ചിന്ത പങ്കുവയ്ക്കാൻ പോയി. ധ്യാന ചിന്ത 1-ാമത്തെ ദിവസം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാൻ ആ ഇടവകയിൽ അവിടെ തന്നെ താമസിച്ചു. അപ്പോൾ അതേ ഒരു ദിവസം അന്ന് വൈകുന്നേരം ഒരു 40-45 വയസ്സ് കാണുമായിരിക്കും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു, വെച്ചാൽ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വികാരിച്ചനും ഉണ്ട് അവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വന്ന ചേട്ടനോട് സംസാരിക്കുകയും, ആ പള്ളിയിലെ വികാരിച്ചനും ഒരു കൊച്ചച്ഛനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം എന്നോട് ചോദിച്ചു എത്ര പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ എനിക്ക് ആകെ 7 മാസക്കാലം ഒരു പള്ളിയിൽ ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ബാക്കി എല്ലാ അവസരങ്ങളും മറ്റ് ശുശ്രൂഷകളായിരുന്നു. പഠിക്കാനായിട്ട് പോയി, അല്ലെങ്കിൽ മറ്റ് പിതാവിൻ്റെ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ ചെയ്തു, പിന്നീട് അരമനയിൽ വീണ്ടും ശുശ്രൂഷ ചെയ്ത് പഠിക്കാനായിട്ട് പോയി. ഇപ്പോൾ പർവ്വത സെമിനാരിക്ക് പഠിക്കുന്നു. മറ്റ് പള്ളികളിൽ നിന്നുള്ള വലിയ പരിചയമോ അത്തരത്തിലുള്ള അറിവുകളോ ഒന്നുമില്ല. എനിക്കിരിക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ ശരിയാ, പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് കുറേ കൂടെ ആൾക്കാരുടെ ജീവിതത്തെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നത്, അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത് എങ്ങനെയാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ലേ വിശുദ്ധിയിൽ വളരുന്നതിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞല്ലോ, അപ്പന്മാരോടും അമ്മമാരോടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, മക്കളോടും ഉള്ളതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അച്ഛന് അടുത്ത ദിവസം പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പറയണം. അപ്പം ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധയോടുകൂടി വീണ്ടും കേൾക്കുക, എന്താ ഇദ്ദേഹത്തിന് പറയാനുള്ളത്. പള്ളിയിൽ പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണോ, പൊതുവേദിയിൽ പറയാൻ നല്ലതാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും കണക്ക് കൂട്ടിയിട്ടും വേണമല്ലോ എന്ന് പറയാനായിട്ട്. എന്തായാലും അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ അടുത്ത ദിവസം വിശുദ്ധിയിൽ വളരേണ്ട മക്കളോട് പറയുന്ന സമയത്ത് പറയണം, വിവാഹിതരായിട്ടുള്ള മക്കൾ കുടുംബജീവിതം നയിക്കുന്ന ഏകദേശം 40-50 ഇടയിൽ പ്രായമുള്ള മക്കളൊക്കെ ഉണ്ടാകും. അവരുടെ വീട്ടിലെ പ്രായം 70-75 ഒക്കെ ആയിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടാകും. അവിടെ അച്ഛൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഒരു വീട്ടിൽ ഒരേ ദിവസം 2 കഞ്ഞിപ്പാത്രങ്ങൾ വേണം എന്നൊന്നും പറയുന്നു. അദ്ദേഹം എന്നോട് വിശദീകരിക്കുകയാണ്, അച്ഛാ പല വീടുകളിലും അപ്പനും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ അസ്വസ്ഥതയുണ്ട്. 2 പാത്രങ്ങളിൽ കഞ്ഞി വയ്ക്കേണ്ട അവസ്ഥ, 2 അടുപ്പുകൾ വീട്ടിലുണ്ടാകുന്നൊരവസ്ഥ. മകനും കെട്ടിവന്ന മകളും തൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കൂടി ഒരു അടുക്കള, പ്രായമായ രോഗാവസ്ഥയിലായിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും വേറൊരു അടുക്കള. അതുകൊണ്ട് അച്ഛൻ അടുത്ത ദിവസം പറയണം, മക്കളെ എങ്ങനെയാണ് ഒരുമിച്ച് വീട്ടിൽ കഴിയേണ്ടത്, അവരുടെ വിശുദ്ധിയുടെ ജീവിതം ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴാണ് എന്നൊന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ എന്ന്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നോട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഇടവകയിൽ പറയുകയാണ്, വിവാഹ ജീവിതം കഴിച്ച് ഭാര്യയുമായി മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുകളെ ഈറനണിയാൻ പാടില്ല. ഒരു വീട്ടിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ, ഒരേ പാത്രത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കണം. അപ്പോഴാണ് മക്കൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും യുവജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. യുവജനങ്ങളായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ വിശുദ്ധിയുടെ വഴിയെ നടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് പറയും, യുവജനങ്ങളെല്ലാം ഈശോയോടൊത്ത് നടക്കുന്നവരാണ്, ഈശോയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എല്ലാവരും ചിന്തിക്കണം. തീർച്ചയായിട്ടും അപ്പച്ചന്മാരും അമ്മച്ചമാരും മുതിർന്നവരൊക്കെ ഈശോയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവർ നന്നായിട്ട് പോകുന്നുമുണ്ട്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഈശോയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയത്തിൻ്റെ കുറവ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം ടെക്നോളജിയുടെ ഒരു യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, മറ്റു പല തിരക്കുകളുടെ ഇടയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഈശോയെക്കുറിച്ച് ചിന്തിക്കാൻ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത് സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈശോയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണ് യുവജനങ്ങൾക്ക് വിശുദ്ധിയുടെ വഴിയെ നടക്കാനായിട്ട് സാധിക്കുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കി സഭയോടൊത്ത് ചരിക്കുമ്പോൾ, സഭയെ സ്നേഹിക്കുമ്പോൾ, സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തീയ മൂല്യങ്ങളിൽ ജീവിക്കുമ്പോൾ, യുവജനങ്ങളോട് പ്രത്യേകം പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെല്ലാവരും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളുടെ സമയത്ത് വൈകിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാകും. യുവജനങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, വിശുദ്ധ ഗ്രന്ഥത്തെ ചങ്കോട് ചേർത്ത് വയ്ക്കണം. ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകിച്ച് 20 വയസ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 30-40 വയസ്സിന് വരെ ഇടയിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അധിക സമയം ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് സമയമൊക്കെ കിട്ടി തുടങ്ങും. പക്ഷേ അതിനിടയിലുള്ള കുറച്ച് കാലം ഉണ്ടല്ലോ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് സമയം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാൻ നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മളെ ഏറെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഒരു കൊച്ചനുഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ ഇടവകൾക്ക് പരിചയമൊന്നുമില്ല, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം. ഒരു യുവാവ് വിശുദ്ധ ഗ്രന്ഥം അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചപ്പോഴുണ്ടായൊരു പ്രയോജനം. ഞാൻ 2007 ഞാൻ പറഞ്ഞല്ലോ, നീരൂർ എന്ന് പറയുന്ന ഇടവകയിൽ 7 മാസക്കാലം ശുശ്രൂഷ ചെയ്തു. പിന്നീട് ഞാൻ 2 വർഷക്കാലത്തോളം പാലായിലെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നീട് 7 വർഷക്കാലം വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും 1 വർഷം ഞാൻ അരമനയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ അരമനയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം 10 വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇടവകയിൽ നിന്ന് മാറിയിട്ട്. എനിക്ക് ഒരു ദിവസം ഒരു ഫോൺ വന്നു. ആ ഫോണിൽ ആളിനെ പരിചയപ്പെടുത്തി വെച്ചാൽ, ഞാൻ ഇന്ന ഇടവകയിലെ കൊച്ചനായിരുന്ന ഇടവകയിൽ അന്ന് 12ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു പയ്യനാണ്, ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി, നമ്മുടെ ഉണ്ടായിരുന്ന പയ്യനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞാൽ, ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്യുക, പക്ഷേ ജീവിതത്തിനോട് സന്തോഷമില്ല. വീട്ടിൽ എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കാനായിട്ട് എനിക്ക് വൈമുഖ്യമാണ്. എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. വീടിൻ്റെ പണി തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തുടക്കത്തിൻ്റെ ആ ചിന്തകളിൽ മാത്രമേ നിൽക്കുന്നുള്ളത്, മുന്നോട്ട് പോകുന്നില്ല. ജോലി സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അസ്വസ്ഥമായ മനസ്സാണ് വെച്ചാൽ. ഞാൻ അച്ഛനെ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് അച്ഛനെ വിളിക്കുക. അപ്പോൾ ഞാൻ അവനോട് വിശേഷങ്ങളൊക്കെ കേട്ടു. അവനെ കുറച്ച് നേരം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ നിന്നോട് പറയണമെന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. കൊച്ചിന് ജോലി സ്ഥലത്ത് ബൈബിളുണ്ടല്ലോ, ജോലി സ്ഥലത്ത് ബൈബിളുണ്ട്. അപ്പം പറഞ്ഞുകൊണ്ട്, കൊച്ചിന് ഒരു കാര്യം ചെയ്യാവോ, സങ്കീർത്തനം 23 ഒന്ന് വായിക്കാവോ? നിനക്ക് എപ്പോഴൊക്കെ അസ്വസ്ഥതകൾ തോന്നുന്നു അന്നേരമൊക്കെ വായിക്കണം. അതുകൂടാതെ തന്നെ നീ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കാലത്തും വായിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വരുമ്പോഴും വായിക്കണം, വൈകുന്നേരവും വായിക്കണം. സങ്കീർത്തനം 23 നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ വിത്തുകളിൽ അവിടെ നിന്ന് മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും. ഈ 27 വയസ്സുള്ള ആ പയ്യനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, എനിക്കിത് മാത്രമേ നിന്നോടൊന്ന് പറയാനുള്ളൂ. കൊച്ചിന് സമയം കിട്ടുമ്പോൾ ഇത് വായിക്കണം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഫോൺ വെച്ചു. ആഴ്ചകൾ മുന്നോട്ട് പോയി. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു. സമയം മുന്നോട്ട് പോയി. ഞാൻ എൻ്റേതായ ശുശ്രൂഷകളിൽ മുന്നോട്ട് പോയി. ആ പയ്യൻ പിന്നീട് വിളിച്ചില്ല. മാസം 1 കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഫോണ്. അപ്പോൾ
അപ്പോൾ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അന്ന് അവൻ വിളിച്ചപ്പോൾ ഞാൻ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്നെ ഉണ്ട് വിശേഷമൊക്കെ? ഉടനെ തന്നെ അവൻ ഏറെ സന്തോഷത്തോടുകൂടി പറയുക, അച്ഛാ ഞാൻ വിളിച്ചെന്തിനാണെന്നറിയാമോ, എൻ്റെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞ് കെട്ടിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഇവൻ സംസാരിക്കുകയാണ്. അച്ഛൻ അന്ന് പറഞ്ഞ സമയം തുടങ്ങി ഈ സങ്കീർത്തനം ഞാൻ വായിക്കാനായിട്ട് തുടങ്ങി. സങ്കീർത്തനം 23 ജോലിക്ക് പോകുന്നതിന് മുൻപ് ഇടയ്ക്ക് വന്നിട്ട് വൈകുന്നേരമൊക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് കാണാപ്പാഠം പഠിച്ചു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ വീട്ടിൽ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോകേണ്ടി വന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും ഞാൻ ചൊല്ലി, കർത്താവിൻ്റെ ഇടയിലാകുന്നത് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ വിത്തുകളിൽ അവിടെ തന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ ആനയിക്കും. അച്ഛൻ ഞാൻ പല പ്രാവശ്യം ഇത് ചൊല്ലി. എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ വീട് വഴി അത് നടക്കുന്നു. എൻ്റെ കല്യാണമായി അച്ഛൻ വരണം. പ്രിയപ്പെട്ടവരെ, ആ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. ഈ വചനം വായിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായത്. പ്രിയ യുവാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, പിന്നീട് ആ മകൻ്റെ ജീവിതം വേറെ സന്തോഷമായിട്ട് ഞാൻ പോയി കല്യാണം കഴിച്ചു, സന്തോഷമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നില്ല, യുവാക്കന്മാർക്ക് എങ്ങനെ വിശുദ്ധിയിൽ വ്യാപരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ വിശുദ്ധിയിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, യു ഹാവ് യുവർ ഓൺ വേ. നിനക്ക് നിന്റെ വഴിയുണ്ട്, നീ നിന്റെ വഴിയെ നടന്നാൽ മതി, മറ്റാരുടെയും വഴിയെ പോകണ്ട. നിനക്ക് നിന്റെ വഴിയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വഴിയുണ്ട്. നമ്മുടെ വഴി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് ചെലവഴിക്കണം. നമുക്ക് എങ്ങനെയാണ് വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, വീണ്ടും ഈ വിശുദ്ധിയിൽ വളരുന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഈ ഉദ്ബോധനത്തിൽ പറഞ്ഞ ഒരു കൊച്ചു കഥയും കൂടി ഞാൻ പറയും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അപ്പസ്തോലിക ഉദ്ബോധനത്തിൻ്റെ ആനന്ദിച്ചാഹ്ലാദിക്ക് വേണ്ടി പറഞ്ഞല്ലോ, റിജോയിസ് ആൻഡ് ബി ഗ്ലാഡ് എന്ന് പറയുന്ന ഈ അപ്പസ്തോലിക ഉദ്ബോധനത്തിൻ്റെ 16-ാമത്തെ ആർട്ടിക്കിളിൽ ഒരു കൊച്ചു കഥ പറയുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീയുടെ കഥയാണ്, ഒരു അമ്മയുടെ കഥയാണ്. ഈ അമ്മയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മ ഒരു പച്ചക്കറി കടയിൽ പോകുന്ന ഒരു സംഭവമാണ്. കടയിൽ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനത് നമ്മുടേതായ ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഈ അമ്മച്ചിക്ക് ഒരു പേരൊക്കെ കൊടുത്തിട്ട് പറയാം. ഈ അമ്മച്ചിക്ക് നമുക്ക് മറിയാമ്മ എന്ന് പേര് കൊടുക്കാം. ഈ മറിയാമ്മ അമ്മ ഒരു ദിവസം കടയിൽ സാധനം മേടിക്കാനായിട്ട് പോകുകയാണ്. അമ്മയ്ക്ക് അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി ഇന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി സാമ്പാർ വെച്ചേക്കാം. തൊട്ടടുത്ത് തന്നെ നാണുചേട്ടൻ്റെ കടയുണ്ട്. അതുകൊണ്ട് നാണുചേട്ടൻ്റെ കടയിൽ പോയിട്ട് പച്ചക്കറി മേടിക്കുകയാണ്. സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വേണമെന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്കറിയാം അല്ലേ? എന്തൊക്കെ പച്ചക്കറികളാണ്, കുറേ പച്ചക്കറികൾ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല സാമ്പാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നാണുചേട്ടൻ്റെ കടയിൽ പോകുകയാണ്. എന്തായാലും ഒരു ബാഗൊക്കെ എടുത്ത് ഈ അമ്മച്ചി വീട്ടിൽ നിന്നും നാണുചേട്ടൻ്റെ കടയിലേക്ക് പോയി പച്ചക്കറികളൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് കുറച്ച് വീടുകൾക്ക് അപ്പുറത്തുള്ള അവിടെ വീട്ടിലെ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ പേര് നമുക്ക് ത്രേസ്യാമ്മ എന്ന് വിളിക്കാം. ഈ ത്രേസ്യാമ്മ അമ്മയും കൂടെ വന്നു. അങ്ങനെ മറിയാമ്മ അമ്മയും ത്രേസ്യാമ്മ അമ്മയും കൂടെ നാണുചേട്ടൻ്റെ കടയുടെ മുന്നിൽ വെച്ച് സംഗമിക്കുകയാണ്. അവരങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുവിശേഷം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മൂന്നാമത് മറ്റൊരാളുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഈ മറിയാമ്മ അമ്മയും ത്രേസ്യാമ്മ അമ്മയും കൂടെ ആരുടെ കാര്യം പറയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ കുറേ അപ്പുറത്ത് താമസിക്കുന്ന ഏലമച്ചേട്ടത്തിൻ്റെ കാര്യം പറയാനായിട്ട് തുടങ്ങി. ആ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കാര്യമാണോ അല്ലാത്ത കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഏത് രീതിയിലോട്ടായിരിക്കും എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന്. അങ്ങനെ അവർ ഏലമ്മയുടെ കാര്യം പറയാൻ തുടങ്ങി. അങ്ങനെ മറിയാമ്മ അമ്മയും ത്രേസ്യാമ്മ അമ്മയുടെ സംഭാഷണം ഏലമ്മയുടെ വിശേഷങ്ങളിലേക്ക് പോയപ്പോൾ ഈ മറിയാമ്മ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിക്കുകയാണ്, ഇല്ല, ഞാൻ ഏലമ്മയെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. ത്രേസ്യാമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഏലമ്മയെക്കുറിച്ചൊന്നും പറയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇതാണ് വിശുദ്ധി. മറ്റൊരാളെക്കുറിച്ച് മോശമായിട്ട് പറയാൻ സാധിക്കുമായിരുന്ന ഒരവസരം, മറ്റൊരാളെക്കുറിച്ച് തിന്മ നിരൂപിക്കാൻ സാധിക്കുമായിരുന്ന ഒരവസരം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഈ അമ്മ വിശുദ്ധിയിൽ വളരുകയാണ്, വിശുദ്ധിയിൽ മുന്നേറുകയാണ്. വീണ്ടും ഈ അമ്മ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. നാണുചേട്ടൻ്റെ കടയിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് സഞ്ചിക്കാതെ പച്ചക്കറിയൊക്കെ ഇട്ട് വീട്ടിലോട്ട് പോയി. അപ്പുറത്തെ ത്രേസ്യാമ്മ ചേട്ടത്തി സാധനം മേടിച്ചുകൊണ്ട് പോയി. ഈ അമ്മ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് മനോഹരമായിട്ട് തന്നെ സാമ്പാർ വെച്ചു. പരിപ്പൊക്കെ നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് വളരെ എളുപ്പമുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പച്ചക്കറികളെല്ലാം അവിടെ ആക്കിയെടുത്ത് നല്ല മനോഹരമായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ അമ്മ ചോറും കറിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് നമുക്കറിയാമല്ലോ അമ്മച്ചിമാർക്ക് എന്തുമാത്രം പണികളാണ് വീട്ടിലുള്ളതെന്ന് ഇല്ലേ? കാലം തുടങ്ങി പെരയ്ക്കാൻ പഠിക്കണം, മുറ്റ പഠിക്കണം, തലേദിവസത്തെ കഞ്ഞിപ്പാത്രം ഉണ്ടെങ്കിൽ അത് കഴിയണം, എന്നാലും ഉച്ചയ്ക്കത്തേക്ക് ചോറ് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റ് അത്യാവശ്യ സംഗതികളെല്ലാം അലക്കണം, തുയക്കണം. എന്തുമാത്രം പണികളാണ്.
അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ മറിയാം അമ്മ നന്നായിട്ട് മടുത്തു. ഉച്ച സമയമായി. അമ്മ മടുത്തിട്ട് വീടിൻ്റെ വാതിൽപ്പടിയിൽ ചാരിയിരിക്കുക. അന്നേരമാണ് അമ്മയുടെ മൂത്ത മകൻ വീട്ടിലോട്ട് കയറി വരുന്നത്. മൂത്ത മകൻ കെട്ടി വേറൊരിടത്ത് താമസിക്കുക. ഈ അമ്മയുടെ അടുത്തോട്ട് ഓടി വന്നപ്പോൾ അവൻ ചോദിച്ചു, എന്നാ മോനെ വിശേഷം? ഉടനെ തന്നെ ഇവൻ വളരെ സങ്കടത്തോടു കൂടി അമ്മയുടെ അടുത്തോട്ട് വരുന്നത്. അമ്മയുടെ അടുത്ത് വന്ന് മടുത്ത തൂണിൽ ചാരി അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽപ്പടിയിൽ ചാരിയിരിക്കുന്ന ഈ അമ്മയോട് പിന്നെ വിഷമങ്ങളൊക്കെ പറയും. അവൻ്റെ ജീവിതത്തിൽ കുറേ വിഷമങ്ങളുണ്ട്, അവൻ്റെ ജോലി സ്ഥലത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അവൻ്റെ കുടുംബജീവിതത്തിൽ ചെറിയ വിഷമങ്ങളുണ്ട്. അതെല്ലാം ഈ അമ്മയുടെ അടുത്ത് അവൻ പങ്കുവയ്ക്കുകയാണ്. അമ്മ ഏറെ സ്നേഹത്തോടുകൂടെ കുഞ്ഞായിരുന്നപ്പം ഈ മകനെ അടുത്തിരുത്തി അവനെ മാറിൽ ചേർത്ത് വെച്ചതുപോലെ ഈ മകനെ അമ്മ അടുത്തിരുത്തി അവനോട് സ്നേഹത്തോടുകൂടെ അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രായമേറെ ചെന്നിട്ടും ഈ മകനെ തൻ്റെ മാറോട് ചേർത്ത് അമ്മ അടുത്തിരുത്തി അവൻ്റെ വിഷമങ്ങൾ കേട്ട് അവനെ ആശ്വസിപ്പിക്കുന്നതാണ് വിശുദ്ധി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇതാ വിശുദ്ധി. അമ്മ ഉണ്ടാക്കിയ സാമ്പാറും ചോറും ഒക്കെ കൊടുത്ത് ഈ മകനെ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ്. വീണ്ടും സമയം മുന്നോട്ട് പോയി. 3-3:30 മണിയായി. അമ്മ വീണ്ടും ഏറെ പണികളൊക്കെ ചെയ്തു. സമയം മുന്നോട്ട് പോയി. 3:30 മണിയായപ്പോഴേക്കും ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് വീണ്ടും അസ്വസ്ഥതയായി, തലവേദന വന്നു തുടങ്ങി. മോൻ്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട്, തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് വിഷമം വന്നു. അങ്ങനെ വിഷമവതിയായിരുന്ന അമ്മ വേഗം തൻ്റെ കിടപ്പുമുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. കിടപ്പുമുറിയിലേക്ക് ഓടി ചെന്നിട്ട് കട്ടിലിൽ തലയണയുടെ അടിയിൽ അമ്മ ഒരു സാധനം വെച്ചിട്ടുണ്ട്, മറ്റൊന്നുമല്ല, ഒരു ജപമാലയാണ്. ഈ ജപമാല എടുത്തിട്ട് അമ്മ വേഗം കൊന്ത ചെല്ലാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇതാണ് വിശുദ്ധി. തൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധിയുടെ വഴി. വീണ്ടും സമയം മുന്നോട്ട് പോയി. ഏകദേശം 5:30 മണിയായപ്പോഴേക്കും ഈ അമ്മ വേഗം അടുക്കളയിൽ കിടന്നു. അടുക്കളയിലെ അലമാരിയിൽ നിന്ന് ഒരു പാത്രം എടുത്തു, ഒരു ചൂറ്റുപാത്രം എടുത്തു. ആ ചൂറ്റുപാത്രത്തിലേക്ക് തന്നുണ്ടാക്കി ചോറും കറികളും ഒക്കെ നിറച്ച് അലമാരിയിൽ നിന്നും ഒരു കൂട് എടുത്തിട്ട് ആ കൂട്ടിലേക്ക് ചൂറ്റുപാത്രം നിറച്ചിട്ട് അമ്മ വേഗം വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതാനും വീടുകൾക്കപ്പുറത്ത് ഒരു പാവപ്പെട്ട അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ആ അമ്മയുടെ അടുക്കൽ ചെന്നിട്ട്, അമ്മയുടെ വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മറിയാമ്മ നീട്ടി വിളിക്കുക, അമ്മേ. ആ വീട്ടിലെ പാവപ്പെട്ട ഒരു അമ്മ ഇറങ്ങി വന്നപ്പോഴേക്കും ഈ അമ്മ ഈ കൂട് തുറന്നിട്ട് ആ ചോറും പാത്രം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇതാണ് വിശുദ്ധി. തൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടെന്ന്, സഹായം ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്നതാണ് വിശുദ്ധി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മറിയാമ്മ അമ്മമാരാകാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ മറിയാമ്മ അമ്മയും നമുക്കൊരു മാതൃകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, വിശുദ്ധിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്. ദിസ് ഈസ് എ മിഷൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ അതുണ്ടാകണം, വിശുദ്ധീകരണം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധിയുടെ വഴി നടക്കാൻ സാധിക്കണം. ദിസ് ഈസ് എ മിഷൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ദിസ് ഈസ് എ മിഷൻ. ഇതൊരു ദൗത്യമാണ്. ഈ ദൗത്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും കണ്ടെത്തേണ്ടതാണ്, അത് നിർവഹിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഈ സംസാരിക്കുന്ന എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ വിശുദ്ധിയുടെ വഴി യാത്ര ചെയ്യാം. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന മറ്റൊരു ദർശനമുണ്ട്. വിശുദ്ധിയുടെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തടസ്സങ്ങളായിട്ടുള്ളത്? നമുക്കറിയാം, നമ്മൾ ഒരു വഴിയെ നടന്നു പോകുമ്പോൾ നമ്മൾ തട്ടി വീഴാത്തവനായിട്ട് ആരും ഉണ്ടാവില്ല, ഇല്ലേ? എവിടെയെങ്കിലും ഒക്കെ തട്ടി എത്രയോ പ്രാവശ്യം വീണിട്ടുള്ളവരാണ്. പറമ്പിലൂടെ നടക്കുമ്പോൾ കമ്പയിൽ തട്ടി വീണിട്ടുണ്ട്, വേരൽ തട്ടി വീണിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം വീണിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അതുമല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളിൽ തട്ടി നമ്മൾ വീണിട്ടുള്ളവരാണ്. കസേരയിൽ തട്ടി വീണിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ കമ്പയിൽ തട്ടി വീണിട്ടുണ്ട്, ഒരു മേശയിൽ തട്ടി വീണിട്ടുള്ളവരുണ്ട്. ഇഷ്ടംപോലെ വീഴ്ചകളുള്ളവരാണ് നമ്മളൊക്കെ. തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവയാണ് നമ്മുടെ ഈ ഓട്ടത്തിൽ. ഉമ്മായ വരയിൽ നിന്ന് റോസർ വഴി ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഓട്ടത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, വിശുദ്ധിയിലേക്കുള്ള വഴിയിൽ നമുക്ക് തടസ്സങ്ങളായിട്ട് പല കാര്യങ്ങളുമുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഇനി നിങ്ങളോട് എല്ലാവരോടും ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശുദ്ധിയിലോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്? കുറേ തടസ്സങ്ങളുണ്ട്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന 2 തടസ്സങ്ങളെക്കുറിച്ച് ഞാൻ പറയും. അതിനോട് കൂട്ടിച്ചേർത്ത് ഏതാനും തടസ്സങ്ങളെക്കുറിച്ച് കൂടെ സംസാരിക്കാനായിട്ടാണ് ഇനിയുള്ള സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയുടെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ പറയുന്ന 2 തടസ്സങ്ങൾ പാപ്പ പറയും.
സമകാലിക ജ്ഞാനവാദം, സമകാലിക പെലാജിയനിസം. ഞാൻ ഈ രണ്ട് വാക്ക് കൊടുക്കുമ്പോൾ അമ്മച്ചിമാരൊക്കെ എന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്നതായി പറയുന്നത്? സമകാലിക ജ്ഞാനവാദം, സമകാലിക പെലാജിയനിസം. ഇത് എന്തോ നാവോ എന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെന്താണെന്ന് പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. സമകാലിക ജ്ഞാനവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യ കാലങ്ങളിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു തത്വചിന്തയാണ് ജ്ഞാനവാദം. അവര് എന്തിനാ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിവിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു, ഒരു ശാസ്ത്രമായിരുന്നു, ഒരു തത്വദീക്ഷയായിരുന്നു. അറിവിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ഉണ്ടായിരുന്ന അവര് ഇന്റലക്റ്റിന് പ്രാധാന്യം കൊടുക്കും, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആര് വേണ്ട എന്ന് ചോദിച്ചാൽ ദൈവം വേണ്ട. ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ബുദ്ധിക്ക് മാത്രം പ്രാധാന്യം എന്ന് പറയുന്നതാണ് ജ്ഞാനവാദം. അതിൻ്റെ ഒരു പുതിയ ഭാഷ്യം ഇന്നത്തെ കാലത്തും ഉണ്ട്. അതിനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് സമകാലിക ജ്ഞാനവാദം. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർ പറയും ഞങ്ങൾക്ക് ബുദ്ധി മതി, റീസൺ മതി, യുക്തി മതി, ദൈവം വേണ്ട എന്ന്. അങ്ങനെയുള്ളവരെയാണ് പാപ്പ വിളിക്കുന്നത് സമകാലിക ജ്ഞാനവാദത്തിൻ്റെ വക്താക്കൾ. അങ്ങനെ വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ ഈ ഒരു ചിന്ത നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മളെ ഒന്നും ഈ സമകാലിക ജ്ഞാനവാദം തൊട്ട് തേച്ചിട്ടേ ഇല്ല, നമുക്കൊന്നും ഇന്ന് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഈ ഒരു പ്രശ്നമുള്ളവർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രത്യേകത ഇതാണ്: എനിക്ക് ദൈവം വേണ്ട, എനിക്ക് ഈശോ വേണ്ട, എനിക്ക് സഭ വേണ്ട, എനിക്ക് വിശ്വാസം വേണ്ട. അതാണ് അവരുടെ ചിന്ത. എനിക്ക് അറിവ് മാത്രം മതി, എൻ്റെ ബുദ്ധിയിലൂടെ എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ ബുദ്ധിയിലൂടെ എനിക്ക് എല്ലാം വ്യാഖ്യാനിക്കാൻ സാധിക്കും. എൻ്റെ ബുദ്ധി എൻ്റെതല്ല, എൻ്റെതല്ല എൻ്റെ ബുദ്ധി, എൻ്റെ ബുദ്ധി എൻ്റെതല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് സമകാലിക ജ്ഞാനവാദത്തിൻ്റെ വക്താക്കൾ അവർക്ക് ദൈവം വേണ്ട, അറിവ് മതി എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യുക്തി അതിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, യുക്തി വേണ്ടെന്നൊന്നും പറയുന്നില്ല. യുക്തി വേണം, യുക്തി വേണം. പക്ഷേ എന്ത് നഷ്ടപ്പെടാൻ പാടില്ല? വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഇക്കൂട്ടരുടെ പ്രത്യേകത ഇതാണ്: യുക്തി മാത്രം മതി, അല്ലെങ്കിൽ ബുദ്ധി മാത്രം മതി, ശാസ്ത്രം മാത്രം മതി, ദൈവം വേണ്ട എന്ന് ചിന്തിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനത്തിൽ ഫീദസ് എന്ന രാശിയും വിശ്വാസവും യുക്തിയും, ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന പ്രബോധനത്തിൽ പറയുകയാണ്: പ്രിയപ്പെട്ടവരെ, യുക്തിക്ക് പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കണം. യുക്തി നമുക്ക് ആവശ്യമാണ്, അതോടൊപ്പം നമ്മൾ കൈമോശം വരാൻ പാടില്ല. നമുക്ക് വിശ്വാസം കൈമോശം വരാൻ പാടില്ല. എനിക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ധാരാളം പഠിപ്പുണ്ട് എന്നോർത്തുകൊണ്ട് ഞാൻ വലിയവനാകുന്നില്ല. പാപ്പ പറയുക, അച്ഛൻ്റെ വിശ്വാസം പോയാൽ തീർന്നു. അച്ഛൻ എത്രമാത്രം പഠിപ്പുണ്ടെങ്കിലും കാര്യമില്ല, അച്ഛൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാം തീർന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠിപ്പുണ്ടെന്ന് കരുതി ഞാൻ വിശുദ്ധനാകുന്നില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭാഷയിൽ നീ വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നത്. എൻ്റെ പഠിപ്പും എൻ്റെ വിശ്വാസപ്പെടുമ്പോഴാണ് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ തടസ്സത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വിശുദ്ധിയുടെ വഴിയിൽ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യം പാപ്പ പറയും സമകാലിക പെലാജിയനിസം. ഇതെന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, പെലാജിയൂസ് എന്ന് പറയുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ഈ ചേട്ടൻ ഒരു സന്യാസിയായിരുന്നു. ഈ സന്യാസിയുടെ ഒരു പ്രത്യേകത, കാര്യമൊക്കെ നന്നായിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്ക് ഈ സന്യാസി പറഞ്ഞു തുടങ്ങി, ദൈവത്തിൻ്റെ കൃപയൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപയൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപയില്ലാതെ എൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് പെലാജിയൂസ് എന്ന് പറയുന്ന ആളുടെ ചിന്ത. അപ്പം അത് പിന്നീട് കുറേ ആൾക്കാർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ആൾക്കാരും നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമൊക്കെ ഇത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ആഹാ, എനിക്ക് നല്ല ഇച്ഛാശക്തി ഉണ്ടല്ലോ, നല്ല ബുദ്ധിയുണ്ടല്ലോ, അതും എനിക്കെന്തിനാ ദൈവത്തിൻ്റെ കൃപ? ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമില്ല. ഐ ഡു നോട്ട് റിക്വയർ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമേയില്ല. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇച്ഛാശക്തിയിൽ മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ വിശുദ്ധിയുടെ വഴിയിൽ വീണ്ടു പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇച്ഛാശക്തി നല്ലതാണ്, അത് വേണം, അത് വേണം.
നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് ആവശ്യവുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ വേണ്ട എന്നാരും പറയരുത്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ഇതുമാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കൃപയായിരിക്കണമേ എന്ന്. അത് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും നമ്മുടെ ഇടയിലില്ല. നമ്മളെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്നത്തെ യുഗത്തിൽ, ഈ സംസ്കാരത്തിൽ, നമ്മുടെ ചുറ്റുമൊക്കെയുള്ള ലോകത്ത് ഈ ദൈവകൃപ വേണ്ട എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. സ്വയം സംതൃപ്തി കണ്ടെത്തുന്ന, തൻ്റെ തന്നെ ഇച്ഛാശക്തിയിലും ബുദ്ധിയിലും ആശ്രയിക്കുന്ന, തൻ്റെ പരിമിതികളെ അംഗീകരിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ളവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ വേണ്ട എന്ന് നീ പറഞ്ഞാൽ നിൻ്റെ വിശുദ്ധിയിലോട്ടുള്ള യാത്രയിൽ വലിയ മാർഗതടസ്സമായിട്ട് അത് നിൽക്കും. അതുകൊണ്ട് സമകാലിക പെലാജിനിസത്തിൻ്റെ എല്ലാ ആൾക്കാരോടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നിന്റെ ബുദ്ധിയെ അതിജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപയോട് നീ ചേർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഏറെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇതാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ കൃപയുണ്ടാകണേ, കർത്താവേ കരുണയുണ്ടാകണേ. പ്രിയപ്പെട്ടവർ, ഒരു സമയം ഈ ദൈവത്തിൻ്റെ കൃപയും കരുണയും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഈ ഒരു പ്രാർത്ഥന വേണ്ടേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ദൈവമേ, അവിടെ അങ്ങയുടെ കൃപ വേണ്ട എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും ധാരാളം ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെ കൃപ വേണ്ട എന്ന് പറയുന്നത്. അവർക്കൊക്കെ അവർ വേണ്ടെന്ന് പറഞ്ഞാലും ദൈവമേ അവർക്ക് മനസ്സ് മാറ്റം വരുത്തിയിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു. അതായത് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ രണ്ട് തടസ്സങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂട്ടിച്ചേർത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം, അത് ഞാൻ ഇന്നലെ അല്പം ഒന്ന് പറഞ്ഞു വെച്ചതാണ്, എങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് കോപം, ദേഷ്യം എന്ന് പറയുന്ന സംഗതി. നമ്മളിൽ എല്ലാവർക്കും ഏറെ ദേഷ്യമുണ്ട് എന്നുള്ളത് നമുക്കൊരു സംശയമില്ല, അല്ലേ? എല്ലാവർക്കും അറിയാം. ദേഷ്യപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. ചിലർ പറയും, എനിക്ക് എവിടെയാണെന്ന് പറയുന്നത്, മൂപ്പത്ത് ദേഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ദേഷ്യം വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ നമുക്ക് വലിയൊരു തടസ്സമാകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം ഭാഗത്ത് ഈ കോപത്തെക്കുറിച്ച്, ദേഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു വയ്ക്കുക, കോപം ക്രൂരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, കോപം ക്രൂരമാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ പറഞ്ഞു വയ്ക്കും, ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാ, ദേഷ്യം വന്നിട്ടുള്ള സമയത്ത് നമ്മൾ പ്രവർത്തിച്ചതൊക്കെ ബുദ്ധിഹീനമായിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണും 14-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വചനം, കോപം വിഡ്ഢിയുടെ സ്വഭാവ സവിശേഷതയാണ്. ധാരണ സ്വഭാവ സവിശേഷതയാണ്, വിഡ്ഢിയുടെ ഭോഷന്റെ സ്വഭാവ സവിശേഷതയാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയും, വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം, കോപം എന്നത് പിശാചിന്റെ വിശേഷണമാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും, തിമോത്തിയോസിന്റെ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തി 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ മെത്രാനച്ചന്മാരോടുള്ള ഉപദേശത്തിൽ പറയാം, കോപമോ കലഹമോ ഉണ്ടാക്കരുത്, കോപമോ കലഹമോ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് എല്ലാവരോടും പ്രത്യേകം പറയുന്നു, കോപം ക്രൂരമാണ്. കോപിക്കുന്നവൻ ബുദ്ധിഹീനമായിട്ട് പെരുമാറേണ്ടി വരുന്നു. വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ നമുക്ക് തടസ്സമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, വിഷു എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, മാറ്റാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ മാറ്റാൻ പറ്റും. ഞാൻ ഒരു കൊച്ചനുഭവം പറയാം. എനിക്ക് ഈ കൊച്ചുനാളിൽ എപ്പോഴും കോപിക്കുന്ന ഒരു സ്വഭാവമാണ്.
എന്നാ പറഞ്ഞാലും ദേഷ്യപ്പെടും. വീട്ടിലൊരുപാട് താലോലിച്ച് വളർത്തിയത് കൊണ്ട് 2 പെണ്ണുങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ട് ഉണ്ടായ ഒരാൾത്തനായതുകൊണ്ട് ഒരുപാട് താലോലിച്ച് വളർത്തിയത് കൊണ്ട് എനിക്ക് ഇണക്കവും പിണക്കവും ചിണക്കവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുമായിരുന്നു, കോപിക്കുമായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് കേൾക്കായിരുന്നു, എന്തൊരു മുൻകോപമാണ് നിനക്ക്, എന്തൊരു ശൂന്യാണ് നിനക്ക്, എന്തൊരു ദേഷ്യമാണ് നിനക്ക്. അമ്മ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അമ്മയുടെ അടുത്തായിരിക്കും മിക്കവാറും എൻ്റെ ശുദ്ധി മുഴുവൻ തീർക്കുന്നത്. പെങ്ങന്മാരുടെ അടുത്ത് കുറച്ചൊക്കെ നടക്കും, അപ്പൻ്റെ അടുത്ത് ഒട്ടും നടക്കുകയാണ്. അപ്പോൾ പിന്നെ നടക്കുന്നത് മുഴുവൻ അമ്മയുടെ അടുത്താണല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, നിനക്ക് അപ്പടി ശുന്ധിയാണ്, മുൻകോപമാണെന്നൊക്കെ. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ട് പോകുന്ന, പ്രത്യേകിച്ച് അറിഞ്ഞിട്ടോ ഒന്നും അല്ല, അറിയാതെ അങ്ങ് വന്നു പോകുന്നത്. എന്തായാലും നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, കൊച്ചിനെ എന്നാ മാറ്റാനുള്ളത്, കൊച്ചിനെ എന്നതാ മാറ്റാനുള്ളത്. അപ്പം ഞാൻ ഓർത്തപ്പോഴല്ലോ ഈ ചോദ്യം, കൊച്ചിനെ എന്നാ മാറ്റാനുള്ളതെന്ന്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ വന്നത്. അമ്മ എപ്പോഴും പറയും, എന്തൊരു ദേഷ്യമാണ് നിനക്ക്. അപ്പം ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ അമ്മ എപ്പോഴും എന്നോട് പറയും, എന്തൊരു ദേഷ്യമാണ് നിനക്ക്, അതുകൊണ്ട് ദേഷ്യം മാറ്റിയാൽ കൊള്ളാം. അപ്പം അച്ഛനോട് ചോദിച്ചു, കൊച്ചിന് ദേഷ്യം മാറ്റാൻ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു, മാറ്റിയേക്കാം, അമ്മ പറഞ്ഞതല്ലേ, മാറുമെന്നൊന്നും ഓർത്തിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു, എന്നാൽ ആയിക്കോട്ടെ അച്ഛാ, അത് മാറ്റിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അച്ഛന് 1-2 വഴികൾ പറഞ്ഞു തരിക, എങ്ങനെ ദേഷ്യം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ കരിസ്മാറ്റിക്കുകാരനാണ്, കരിസ്മാറ്റിക് ജ്ഞാനഗുരുവാണ് അച്ഛൻ. അപ്പം അതുകൊണ്ട് അച്ഛൻ എന്നോട് ഒന്നാമത് പറഞ്ഞു, കൊച്ചിന് സ്തുതിക്കാൻ അറിയാമോ ചോദിച്ചു. 1-2 കരിസ്മാറ്റിക് ജ്ഞാനങ്ങളൊക്കെ കൂടിയതുകൊണ്ട് ഞാൻ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്, യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി, യേശു സ്തോത്രം, യേശു നന്ദി, ഹാലലിയ ഹാലലിയ ഹാലലിയ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ എനിക്കറിയാം. ഉടനെ അച്ഛൻ പറഞ്ഞു, കൊച്ചിന് ദേഷ്യം വരുമ്പോൾ ഒന്നാമത് കൊച്ചു ചെയ്യേണ്ട കാര്യം ഇതാണ്, യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി, യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി, യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി എന്ന് ചെല്ലണം. ഞാനത് സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞു, രണ്ടാമത് കൊച്ചൊരു കാര്യം കൂടെ ചെയ്യണം. എന്നോട് ചോദിച്ചു, കൊച്ചിന് സുഹൃദയം അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം അച്ഛാ, സുഹൃദയം അറിയാം. കർമ്മലീത്തക്കാർ പഠിപ്പിച്ച സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവർ സിസ്റ്റേഴ്സ് ധാരാളം സുഹൃദൈവങ്ങൾ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അറിയാം. ഏതൊക്കെ കൊച്ചിന് അറിയാമെന്ന് ഞാൻ അന്ന് അറിയാവുന്ന ഏതാനും സുഹൃദൈവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈശോ യോസേപ്പിൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ തുടങ്ങിയ സുഹൃദൈവങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കൊച്ചിൻ്റെ കാര്യം ചെയ്യാം, ദേഷ്യം വന്ന് കഴിയുമ്പോൾ ഈ സുഹൃദൈവങ്ങൾ ചെല്ലണം. അത് കഴിഞ്ഞ് മൂന്നാമത് അച്ഛനൊരു കാര്യം എന്നോട് പറഞ്ഞു, കൊച്ചിന് എണ്ണാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എണ്ണാൻ അറിയാം അച്ഛാ, കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മേരിക്കുട്ടി ടീച്ചർ നല്ലപോലെ എണ്ണാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എണ്ണാൻ അറിയാം. പക്ഷേ അച്ഛൻ എന്നോട് ചോദിച്ചു, കൊച്ചിനെ എണ്ണാനൊക്കെ അറിയാമെങ്കിൽ 1 തുടങ്ങി 100 തുടങ്ങി പുറകോട്ട് എണ്ണാൻ അറിയാമോ എന്ന് ചോദിച്ചു. 100 തുടങ്ങി പുറകോട്ട് എണ്ണാൻ അറിയാമോ എന്ന് പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത്ര അങ്ങനെ എളുപ്പമല്ല 100 തുടങ്ങി പുറകോട്ട് എണ്ണാനായിട്ട്. എങ്കിലും ഈ അച്ഛൻ പറഞ്ഞു, കൊച്ചു 100 തുടങ്ങി പുറകോട്ട് എണ്ണണം. 100, 99, 98, 97, 96, 95, 96, 97, 90, 89, 90, 87, 88, 90, 94, 90, അങ്ങനെ കൊണ്ട് താഴോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ അവസാനം സമ്മതിച്ചു ചെല്ലാം. അങ്ങനെ അന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ സാധാരണ ജീവിതം നയിക്കുന്ന പോലെ തന്നെ സെമിനാരിയിലെ പ്രാർത്ഥനകൾ, പഠിത്തം, ക്ലാസ്സുകൾ, കളി, ബാക്കി പണികൾ, പറമ്പിപ്പണി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി. 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞ് മീറ്റിങ്ങിന് ചെന്നപ്പോഴേക്കും ഞാനിതെല്ലാം മറന്നുപോയായിരുന്നു. അച്ഛൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതൊക്കെ. എന്തായാലും അച്ഛൻ വീണ്ടും ചോദിച്ചു, കൊച്ചേ എന്നാണ്ട് വിശേഷം, കൊച്ചിൻ്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ കൊച്ചു ചെയ്തു. അയ്യോ, അന്നേരമാണ് ഞാൻ ഓർക്കുന്നത്. ഇതിനിടയിലെ കളിക്കളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ കൂട്ടുകാരോട് ചുമ്മാ ചെറുപ്പവും മുണക്കവും ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ മറന്നുപോയായിരുന്നു. ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും. അങ്ങനെ ഓർത്തേ ഇല്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എങ്ങനെയാണ് പറയുന്നത്, നാണക്കേടാ, മറന്നുപോയതൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഏതാനും പ്രാവശ്യമൊക്കെ ഓർത്തായിരുന്നു, പിന്നെ ഞാനത് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തേ ഇല്ല സത്യമായിട്ടും. എന്നാലും അച്ഛൻ പറഞ്ഞു, കൊച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇച്ചിരൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഒന്ന് ദേഷ്യം വരുമ്പോഴേ ഇതൊക്കെ ഒന്ന് ശീലിച്ചേക്കണം. പ്രിയപ്പെട്ടവരെ, സാവകാശം ഏതാനും മാസങ്ങളിൽ ഞാൻ ഇതിങ്ങനെ പതുക്കെ ശീലിച്ചു തുടങ്ങി. ഏതാനും വർഷങ്ങളിലേക്ക് ശീലിച്ചു തുടങ്ങി. ഏറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫലം കാണാനായിട്ട് തുടങ്ങിയതായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ 3 കാര്യങ്ങളും ദേഷ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി, യേശു സ്തോത്രം, യേശു നന്ദി ചെല്ലുക, അല്ലെങ്കിൽ ഈ സുഹൃദൈവം ചെല്ലുക. ഞാൻ പിന്നീട് പല പ്രാവശ്യം യേശു സ്തോത്രം എന്നുള്ളത് ചൊല്ലി, പല പ്രാവശ്യം സുഹൃദൈവങ്ങൾ ചൊല്ലി നോക്കി, പുറകോട്ട് എണ്ണി നോക്കിയിട്ടുണ്ട്. പല വർഷങ്ങളിലൂടെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് വന്നു എന്ന് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ അച്ഛനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയാൽ പോലും വേണ്ട, എന്തിനാണ് ഒരാവശ്യമില്ല എന്ന് ചിന്തിക്കാനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ വലിയൊരു ഇടപെടലാണ്. നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്.
വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു വർഷം മുന്നിൽ ഈ അച്ഛനെ ഞാൻ പൈകപ്പള്ളിയുടെ മുൻപിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ചെയ്ത വലിയൊരു ഉപകാരം, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അച്ഛൻ ചെയ്ത വലിയൊരു ഉപകാരം ഈ ഒരു കാര്യമാണ് എന്ന് ഞാൻ അച്ഛനോട് പങ്കുവെച്ചു. അച്ഛൻ പറഞ്ഞു, എൻ്റെ കൊച്ചൻ ഞാനതൊന്നും ഓർക്കുന്നില്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്, കൊച്ചിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദൈവാനുഗ്രഹം, ദൈവകൃപ, ഇനി അങ്ങനെ തന്നെ പോകട്ടെ എന്ന്. അന്ന് ഒരുപാട് വയസ്സായല്ലോ അച്ഛൻ അപ്പോഴേക്കും. അച്ഛൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, വിശുദ്ധിയിലോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കോപം ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അതിനെ മാറ്റണം എന്നുള്ളതാണ്. നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഒരു വലിയ പരിധി വരെ നമുക്കത് മാറ്റാനായിട്ട് പറ്റും. ഇനി ഒരു കൊച്ചു കാര്യം കൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വിശുദ്ധിയിലോട്ടുള്ള വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം, പല ഇടവകളിൽ നമുക്ക് ചെല്ലുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയ സ്ഥലങ്ങളിൽ ഇതുപോലെ ചെറിയ ധ്യാനചിന്തകളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ചുരുക്കമായിട്ടെങ്കിലും ചിലപ്പോൾ ഇടവേളകളിൽ ചില അമ്മച്ചിമാർ അടുത്ത് വന്ന് വർത്താനം പറയാറുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നതിൽ ചെറിയൊരു വിഷമം, എപ്പോഴും കുറേ പേര് പറഞ്ഞതിലുള്ള കൂടുതലായിട്ട് കണ്ടുവന്നൊരു വിഷമം, കുടുംബത്തിലെ ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളുടെ മദ്യപാനത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും ഒരുപാട് അമ്മച്ചിമാർ കണ്ണീരോടുകൂടി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ ഞങ്ങളുടെ സമാധാനം തകർന്നു, ഞങ്ങളുടെ സ്വസ്ഥത തകർന്നു, ഭർത്താവിൻ്റെ മദ്യപാനം അല്ലെങ്കിൽ മക്കളുടെ മദ്യപാനം കൊണ്ട് ഞങ്ങളുടെ വീട് എന്നും ഒരു യുദ്ധകളമായിട്ട് തന്നെ മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് അമ്മച്ചിമാർ തീർച്ചയായിട്ടും കണ്ണീരൊഴുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധിയിലോട്ടുള്ള യാത്രയിൽ ഇതൊരു തടസ്സമാണെന്നൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ആരെയും കുടിച്ച് എന്നാൽ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇടപെടാനായിട്ട് നിങ്ങൾ സാഹചര്യം ഒരുക്കരുത്. വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുകയാണ്, മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. അത്തരത്തിൽ ശക്തമായിട്ട് മദ്യപാനങ്ങളുള്ള പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ആത്മീയ ദാരിദ്ര്യവും ഭൗതിക ദാരിദ്ര്യവും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്രയോ നന്നായിട്ട് പോകാവുന്ന കുടുംബങ്ങളായിരുന്നു. പലപ്പോഴുമൊക്കെ പല കുടുംബങ്ങളുമൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം വീണ്ടും പറയുന്നുണ്ട് 23-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാമത്തെ വചനം, മദ്യപൻ വിചിത്രമായ കാഴ്ച കാണും, വികടത്തരം ജൽപ്പനം ചെയ്യും. മിക്കവാറും വന്നിട്ട് കാണുന്ന കാഴ്ച മുഴുവൻ വിചിത്രമായ കാഴ്ചകളും ചെയ്യുന്നതും പറയുന്നതും എല്ലാം വികടത്തരങ്ങളുമാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ, പകലിനെ യോജിച്ച് വിധം പെരുമാറണം, മദ്യലഹരിയിൽ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുണ്ടെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം പറയണം. കാരണം വിശുദ്ധിയിലോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേദനിക്കുന്ന അമ്മച്ചിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വേദനകളുണ്ടെങ്കിൽ അവരെയെല്ലാം സമർപ്പിച്ച് നമുക്ക് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ വിശുദ്ധിയുടെ വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇനിയും ധാരാളം തടസ്സങ്ങൾ കണ്ടെത്താനുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതും അതിനോട് 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതും കൂടിയാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധിയിലോട്ടുള്ള ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ച കുമ്മായി വരയിൽ നിന്നും റോസറുകൾ ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഓട്ടം, ഈ ഓട്ടത്തിൽ ഞങ്ങളുടേതായ വഴികളിലൂടെ യാത്ര ചെയ്ത് വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ യാത്രയിൽ ഞങ്ങളുടെ വഴി ഏതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് നന്നായിട്ട് ഓടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഈ യാത്രയിൽ, ഞങ്ങളുടെ ഈ ഓട്ടത്തിൽ ധാരാളം തടസ്സങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്തൊക്കെ തടസ്സങ്ങളാണ് ഞങ്ങളുടെ വിശുദ്ധിയുടെ വഴിയിൽ നിൽക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട്, ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയെ, ഇന്നത്തെ ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അങ്ങ് മാറ്റണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് മാത്രമായിട്ട് ആഗ്രഹിക്കാം. എൻ്റെ വിശുദ്ധിയുടെ വഴി ഏതാണ്? എനിക്കൊരു വഴിയുണ്ട്. അതേതാണ് എൻ്റെ വഴി? ഞാൻ എങ്ങനെ ചരിക്കണം? എത്രമാത്രം ഞാൻ അതിനെ ഓടിയിട്ടുണ്ട്, നന്നായിട്ട് ഓടിയിട്ടുണ്ടോ? ഇന്ന് തിരികെ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അത് ചിന്തിക്കണം. മക്കളോട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഉമ്മായവരെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്രോസ് നമ്മുടെ ലക്ഷ്യമാക്കി ഓടണം. നമ്മുടെ ഓട്ടം
പ്രാപിക്കുകയും ചെയ്യാം. ആമേൻ.